ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകല് ദൈവം അനുവദിച്ചാൽ ഇന്ന് വൈകിട്ട് ശുശ്രൂഷയ്ക്കാണ് ക്ഷണിച്ചത്. പ്രാർത്ഥനയോടെ എത്തുവാൻ ദൈവം കൃപ നൽകി. ഇന്നലെ വൈകിട്ട് അങ്ങ് തൃശ്ശൂരിനപ്പുറം കൺവെൻഷൻ ഉണ്ടായിരുന്നു. കട്ടിലപൂവത്തിനപ്പുറം ആ കൺവെൻഷൻ കഴിഞ്ഞ് രാത്രിയിൽ യാത്ര ചെയ്ത് ഒരു ദൈവദാസന്റെ ഭവനത്തിൽ വിശ്രമിച്ചു. അനന്തരം അവിടുന്ന് ഇവിടേക്ക് വരികയാണ്. ഇന്ന് പകലും അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിപ്പാനാണ് വന്നിരിക്കുന്നത്. ദൈവം അതിന് വിശേഷ കൃപ നൽകുമാറാകട്ടെ. ഈ സഭയിൽ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനും സഭയുടെ ചുമതലപ്പെട്ടവർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവ വചനത്തിൽ നിന്ന് ഈ പകല് നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. കർത്താവ് അനുവദിക്കുന്ന പക്ഷം വൈകിട്ടും ദൈവവചനം ചിന്തിക്കാം. പകല് ദൈവവചനം ചിന്തിച്ച് തീർന്നില്ലെങ്കിൽ അതിൻ്റെ ഭാഗ്യഭാഗം ദൈവം അനുവദിച്ചാൽ വൈകിട്ട് ചിന്തിക്കാം. ഈ ചൂടും പിടിച്ച് ഇരിക്കുന്നതൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ തിരുവല്ലായിൽ സഭയിലെ ചൂടൊക്കെ ആയതുകൊണ്ട് ആരാധനയുടെ ടൈം ഒന്ന് വ്യത്യാസപ്പെടുത്തി. ചിലക്ക് ബുദ്ധിമുട്ട് വരും, എങ്കിലും ഈ ചൂടിൻ്റെ കാഠിന്യം സഹിക്കാൻ മേല. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ സഭായകൻ രാവിലെ 7 മണിക്ക് ആരംഭിച്ച് 10 മണിക്ക് നിർത്തുക. അപ്പം കഴിഞ്ഞ ആഴ്ച എല്ലാവരും വരികയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്വം. 7 മണിയായപ്പോൾ എല്ലാവരും വന്നു. 10 മണിയായപ്പോൾ സഭായകൻ തീർന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥന ഇന്നിപ്പം അവിടെ തീർന്നു. രാവിലെ നേരത്തെ തുടങ്ങി, നേരത്തെ ഇപ്പം തീർന്നു കാണും. ഇടക്കൂട്ടും അങ്ങനെ തന്നെയാണ്. ചില വീടുകളിൽ പ്രാർത്ഥന വെക്കുമ്പോൾ ആ വീട്ടിൽ ചൂട് കൂടുതലാണ്. ഇവരുടെ വീട്ടിലൊക്കെ യോഗം വെക്കുന്ന ചൂടാണ്. അവിടെ 7 മണിക്ക് അങ്ങ് യോഗം നടത്തും. ഈ 7-ന് വെച്ചാലും 10-ന് വെച്ചാലും വരേണ്ടവരെ വരുവുള്ളൂ. ഉടക്കുള്ളവര് വരാനുള്ളവരല്ല. അവർ പിന്നെ ഏത് യോഗം വെച്ചാലും ഏത് കാര്യം വെച്ചാലും ഒരു സഭയിൽ ഉടക്കുള്ളവരാ. അവര് ഇനിയിപ്പം രാത്രി 10-ന് വെച്ചാലും അവർ ഉടക്കും. അപ്പം അവരെ നോക്കിയിട്ടും വലിയ കാര്യമില്ല. അപ്പം വളരെ ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് ദീർഘസമയം എടുക്കത്തില്ല. കർത്തൃദാസൻ സമയം അറിയിച്ചിട്ടുമുണ്ട്. കൃത്യസമയത്ത് പകലത്തെ യോഗം നിർത്തി വൈകുന്നേരം നമുക്ക് ഏറെ സമയം ദൈവം അനുവദിച്ചാൽ വചനം ധ്യാനിക്കാം. ഇന്ന് പകല് ദൈവവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്ത്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് മൈക്കിൽ കൂടെ വായിക്കാമോ? ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. നിങ്ങൾ സൈറ്റർമാരിലും വായിക്കുവോ? വായിക്കും ജോഡി. നീ അതിന് കമ്മിറ്റി കൂടണോ? പെട്ടെന്ന് വായിക്കേ. ഒരാളൂടെ വേണ്ടേ? വാ, സമയം പോകുന്നു. പെട്ടെന്ന്. കാരണനായ പരാപരനേയൻ മരണകാരി മകാതുരജീർഷം. കാരണനായ പരാപരനേയൻ മരണകാരി മകാതുരജീർഷം. ധീരയുടച്ചു തകർപ്പതിനായി ധീരതയോടവനിയിൽ അവതരിച്ചോരു കാരുണ്യ പൂരാ കടലേ. കരളലിയുഗദിനമനുകാരുണ്യ പൂരാ കടലേ. കരളലിയുഗദിനമനുകാർ നിർത്തില്ല. പാപമതാഞ്ജലി പൂണ്ടുണ്ടലാകെ വിധം മലിനത്വം. പാപമതാഞ്ജലി പൂണ്ടുണ്ടലാകെ
ഭീകരമായ വിധം മലിനത്വം ചേർന്നു വിരൂപതയാർന്നൊരി വന്നു ചേരുമന്നിനരിക്കതിൽ ഭാഗ്യമുണ്ടായിടുക കാരുണ്യ പൂരാ കടലേ കരളലിയുഗദിനമനുകാരുണ്യ പൂരാ കടലേ കരളലിയുഗദിനമനു പൂരാ കടലേ പന്നികൾ തിന്നുന്നതവിടെ ഭുജിച്ചാം നിന്യമകാലങ്ങൾ മറന്നുപോയി സാധു പന്നികൾ തിന്നുന്നതവിടെ ഭുജിച്ചാം നിന്യമകാലങ്ങൾ മറന്നുപോയി സാധു മന്നവനെ തിരുമേശയിൽ നിന്നും സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നു വരുന്നു കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ പൂരാ കടൽ വലകൈ നിമിർന്നെ തലോടി നിൻമുഖത്താൽ എന്നെ ചുംബനവും ചെയ്തു നിൻ വലകൈ നിമിർന്നെ തലോടി നിൻമുഖത്താൽ എന്നെ ചുംബനവും ചെയ്തു നിന്നുടെ എനിക്കതി മോതിരം ചെരുപ്പും അന്നും ഇന്നും ഒന്നുപോലെ തന്നു പോറ്റുന്നുണ്ട് കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനുകാരു പൂരാ കടലേ കരളൽ യുഗദിനമനു പൂരാ കടലേ ജീവ പറുദീസിനാനന്ദ കുയിലേ ജീവ ഭജന്തറിതു ആരംഭിച്ചില്ലേ ജീവ പറുദീസിനാനന്ദ കുയിലേ ജീവ ഭജന്തറിതു ആരംഭിച്ചില്ലേ ജീവവൃക്ഷ കൊമ്പിൻ മീതിലിരുന്നു ജീവമൊഴി മധുരമായി പാടുക നിദിനവും കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമൻ കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ പൂരാ കടലേ ആർഗോവീവ മനോഹരമാം നിൻ സ്വർഗ യെരൂശലേം മാളിക മുറിയിൽ ആർഗോവീവ മനോഹരമാം നിൻ സ്വർഗ യെരൂശലേം മാളിക മുറിയിൽ ദീർഘയുഗം വസിച്ച ആനന്ദ ബാഷ്പം വീഴ്ത്തിയാലും നിൻ കരുണയ്ക്കതു ബദലാമോ കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ പൂരാ കടലേ ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല പകൽ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാന്യസഭയിൽ ഇന്ന് പകൽ വന്ന് നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ വചനമായി നിൽപ്പാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ദൈവം ഏവരെയും ആശീർവദിക്കട്ടെ. വായിച്ച തിരുവെഴുത്ത് വളരെ പരിചിതമായ തിരുവെഴുത്താണ്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവെഴുത്ത്. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. പിന്നെ നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കണം. ദൈവത്തിന് മകൻ വളരെ പരിചിതമായ ഒരു വാക്യമാണ്. വേറെ പുസ്തകത്തില് ഇസ്രായേലിന്റെ ചരിത്ര പുസ്തകങ്ങളാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. ഇസ്രായേൽ ചരിത്രം പഠിക്കുമ്പോൾ, വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കുമ്പോൾ, അബ്രഹാം
എന്ന വ്യക്തിയിൽ നിന്ന ഈ ജാതി, ഈ ജനത, ഈ വംശം ഉടലെടുക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചു. ആ വിളിയെപ്പറ്റി വേദപുസ്തകത്തിൽ ഒരു വാക്യം, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന. നിങ്ങൾ ഒരു വാക്യം വായിച്ച് യെശയ്യാ 51:2. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്ക് നിങ്ങളെ പ്രസവിച്ച സാറയിങ്കിലേക്കും ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. മതി. അപ്പോൾ അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന ഒരു പദം, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന. ഈ ദൈവം വിളിക്കുന്നതെല്ലാം ഒറ്റയ്ക്ക്. വേദപുസ്തകത്തിലെ ആദ്യം വിളിച്ചു, ആദമേ നീ എവിടെ? ആദ്യത്തെ വിളിയ. ആദമിനെ മൊബൈൽ ആരുടെ അടിക്കുന്നുണ്ട്, ഒരു 2 മണിയാകുമ്പം വിളിക്കാൻ പറ. രണ്ട് മണിക്ക് വിളിക്കാൻ പറ. അപ്പോൾ ആദമിനെ ദൈവം വിളിച്ചിരു, ആദമേ നീ എവിടെ? ഹവ്വ തോട്ടത്തിലുണ്ട്, വിളിച്ചില്ല. ദൈവാലയത്തിൽ കിടന്ന ശമൂവേലിനെ ദൈവം വിളിച്ചു, ശമൂവേലേ ശമൂവേലേ. ആലയത്തില് ഏലിയുണ്ട്, 2 പിള്ളേരുമുണ്ട്, അതുങ്ങളെ വിളിച്ചില്ല. വിളിച്ചിട്ടും വലിയ കാര്യമില്ല. നോട്ടോ ഇരിപ്പം കണ്ടിട്ട് വിളിക്കാതിരിക്കുന്നതാ നല്ലത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പലരെയും വിളിച്ചു. ശൗലേ ശൗലേ ചോദിച്ചു, നീ ആരാ കർത്താവേ? മറുപടി, നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശുവാ ഞാൻ. അപ്പോൾ ദൈവം വിളിക്കുന്നതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കായി വിളിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ആ വിഷയത്തിൽ നിൽക്കുന്നില്ല. എന്തായാലും അബ്രഹാമിനെ ഏകനായിട്ട് ദൈവം വിളിച്ചു. വിളി കേട്ട അബ്രഹാം ഇറങ്ങിത്തിരിച്ചു. അപ്പൊ ഈ കുടുംബത്തിൽ നിന്ന് വിളിക്കുന്നത് ആരെയാ? അബ്രഹാമിനെയാ. വിളിക്കാൻ കാരണം എന്നാ? കുടുംബത്തിൽ സഹോദരങ്ങളുണ്ട്, ചാർച്ചക്കാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, പലരുണ്ട്. ഏതാണ്ട് ഇതിനെപ്പറ്റി പഠനമൊക്കെ നടത്തിയ ആൾക്കാർ ചിലർ പറയുന്നത് ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബമായിരുന്നു അബ്രഹാമിന്റെ കുടുംബം. അംഗബലമുള്ള കുടുംബമാണ്. അവർക്ക് അല്പം തണ്ട് കൂടും. ചില സഭയിൽ ചില കുടുംബക്കാർ കൂടുതൽ കാണും, അവർക്ക് തണ്ട് കൂടും ഉണ്ടാകും. ഇത് അനിയൻ സെക്രട്ടറി, ചേട്ടൻ കമ്മിറ്റിയിൽ, ഉപ്പാപ്പൻ രക്ഷാധികാരി, പെങ്ങള് LM-ന്റെ ആള്. അപ്പം അവർക്ക് തണ്ട് കൂടും. അവരായിരിക്കും ഇത് മിക്കതും. മിണ്ടുന്നില്ലല്ലോ. ആട്ടെ, കാരണം ഇങ്ങനെ അന്ന് പകലും വൈകിട്ടും ആരും മിണ്ടുകയല്ല. ഇവരെ ഒത്തിരി അംഗബലമുള്ള ആൾക്കാരാ. ഇരിക്കുന്ന പാസ്റ്റർമാരാണെങ്കിലും അവരോട് ചോദിക്കാതൊന്നും ചെയ്യത്തില്ല. അവരുമായിട്ടായിരിക്കും കുറച്ചുകൂടെ അടുപ്പം, പറ്റുമാനം. ഒറ്റയ്ക്ക് വരുന്ന തള്ളേനെ ഒന്നും മൈൻഡ് ചെയ്യല്ല. അല്ലെ അങ്ങനെ മന്ദിരത്തിൽ വീട്ടിൽ പോകാൻ പറയും. ഇവരാ പിടിപ്പ്. അല്പം സാമ്പത്തികവും കൂടെ ഉണ്ടെ പറയുകയും വേണ്ട. ഏതായാലും അബ്രഹാമിന്റെ കുടുംബം അംഗബലമുള്ള കുടുംബമാണ്, ആൾബലമുള്ള കുടുംബമാണ്. ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ ബൃഹത്തായ വലിയ കുടുംബമാണ്. പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് എല്ലാവരെയും വിളിച്ചില്ല, ഒരുവനെ ആ ദൈവം വിളിച്ച്. ഈ വെള്ളൂര്, ഇറുമ്പയം ദേശത്ത് നിങ്ങളുടെ കുടുംബം വലുതായിരിക്കാം, അംഗബലം കാണും, ആൾക്കാർ ധാരാളം കാണും. കല്യാണമൊക്കെ വെച്ചാൽ കുറഞ്ഞത് അത്താഴ സദ്യക്ക് തന്നെ ഒരു 900 പേര് കൂടും. അതൊക്കെ അറിയാം.
പക്ഷേ എല്ലാവരെയും ദൈവം വിളിച്ചില്ല. ഈ കുടുംബത്തിൽ നിന്ന് നിന്നെ ആ ദൈവം വിളിച്ചു. അതെന്തിനാ എല്ലാവരെയും വിളിക്കാതെ അബ്രഹാമിനെ ദൈവം വിളിക്കാൻ കാരണം? ഞാൻ എൻ്റെ ശൈലി പറയുകയാ. അപ്പൊ തന്നെ വചനത്തിന് ഒരു ചെറിയ താങ്ങ് കൊടുത്ത അബ്രഹാമിന് എൻ്റെ ഭാഷ പറഞ്ഞ ഒരു ചൊവ്വുള്ള ഹൃദയം ഉണ്ടായിരുന്നു. നിങ്ങൾ ആ നെഹമ്യാവിന്റെ പുസ്തകം 9:7 തോന്നുന്നു, ഒന്ന് വായിച്ചേ. എനിക്ക് ആ റെഫറൻസ് മറന്നുപോയി, എങ്കിലും എടുത്തവര് ഒന്ന് വായിച്ചാട്ടെ. അത് തന്നെ. അബ്രാമിനെ തിരഞ്ഞെടുത്ത് അവൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവൻ അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ അബ്രാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവൻ അബ്രഹാം എന്ന് പേരിട്ട അവന് അബ്രഹാം. അപ്പം ആരാ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നേ? മോനാമോ? സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം വാക്യം വായിക്കുന്ന മൈക്കിന്റെ ഓളിയോ ഒരല്പം കൂടെ കുറയ്ക്കണം. എൻ്റെ മേളിൽ നിൽക്കുന്നു, അത് വേണ്ട. അപ്പം ഇച്ചിരി കുറച്ചാൽ മതി. മൈക്ക് മേടിക്കണ്ട, പാവം ഇരുന്ന് വായിക്കല്ലേ. ഇങ്ങോട്ട് തരട്ടെ, മേടിച്ചു. നിങ്ങൾ വായിച്ചാലും മതി. സ്തോത്രം. നോക്കട്ടെ, പകല് നോക്കട്ടെ. ഇത് കുറയ്ക്കരുത്. അത് ഒന്ന് വായിച്ചോ, ഒന്നുകൂടെ വായിച്ചേ. അബ്രാമിനെ തിരഞ്ഞെടുത്ത് അത് മതി. അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് പൊടിക്കൂടെ കുറച്ചേര്. വായിച്ചോ. അബ്രാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അബ്രാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രഹാം എന്ന് പേരിട്ട. എന്തുവാ രണ്ടുപേരോട് പറഞ്ഞേ? അതാ അമ്മയ്ക്ക് ഇതൊന്നും കാണാനും എടുക്കാനുമുള്ള ആ സഹോദരിയെ കണ്ടോ? ഇല്ല. പേരെന്തുവാ സഹോദരിയുടെ? പേരെന്തുവാ? ജോംസിയാ വായിക്കുന്നത്. അല്ലെ പിന്നെ ഇത് തന്നെ ചിന്തിച്ചിരിക്കുന്നത്. ആരാ വായിക്കുന്നത്? പുറകോട്ട് നോക്കാനും വെക്കുകയില്ല, കാരണം ബോധമില്ലാത്തവനാ വന്ന വല്ലതും വിളിച്ചു പറഞ്ഞെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ജോംസി. എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അബ്രാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവൻ അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. അടുത്ത പദം നീ അവന്റെ ഹൃദയം. ശ്രദ്ധിക്കണേ. നീ അവന്റെ ഹൃദയം. ആരുടെ ഹൃദയം? അബ്രഹാമിന്റെ ഹൃദയം. അതാ പ്രയോഗം. നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായിട്ട് കണ്ടു. അപ്പോൾ തെരഞ്ഞെടുക്കുവാൻ, വിടിവിക്കുവാൻ, വിളിക്കുവാൻ, വേർതിരിക്കുവാൻ, ഈ കൃപയിൽ കൊണ്ടുവരുവാനുള്ള കാരണത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, സർവജ്ഞനായ ദൈവം ഈ കുടുംബത്തിൽ ആൾബലമുള്ള, അംഗബലമുള്ള കുടുംബത്തിൽ എല്ലാവരും നോക്കിയപ്പോൾ അബ്രഹാമിന് ദൈവത്തിന് ബോധിച്ചു. കാരണം സർവജ്ഞനായ ദൈവത്തിന് മനസ്സിലായി, ഈ കുടുംബത്തിൽ നിന്ന് ഇവനെ ഏകനായിട്ട് വിളിച്ചു വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. കഷ്ടങ്ങൾ വന്നാലും, പ്രയാസം വന്നാലും, പ്രതികൂലം വന്നാലും, പോരാട്ടം വന്നാലും, പൗലോസിന്റെ ഭാഷ പറഞ്ഞ കഷ്ടതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ, നഗ്നതയോ എന്തു വന്നാലും ഇവൻ പുറകോട്ട് പോകത്തില്ല. ഇവൻ ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്കും. അങ്ങനെ നിന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്തെല്ലാം വൈതരണികൾ വന്നിട്ട് വിട്ടേച്ച് പോയില്ലല്ലോ. അല്ല, അതുകൊണ്ടല്ലേ ഈ വേല ഇങ്ങനെ ഉറച്ചത്. ഈ വേലയുടെ ആരംഭത്തൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായി കാണും. ആരംഭ സമയത്തുള്ളവരോട് ചോദിച്ചാൽ അറിയാം. സ്തോത്രം. അവര് പിടിച്ചു നിന്നു. നിൽക്കാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. ഇതിന് ആരംഭ സമയത്ത് ചുമല് കൊടുത്തവരുണ്ട്. എന്ത് കഷ്ടത. ഇപ്പൊ നമ്മൾ വരുമ്പോൾ മാന്യമായ ഹോള്, ചുറ്റുപാട് എല്ലാം ഉണ്ട്. പക്ഷെ ആരംഭ സമയത്തുള്ളവരോട് ചോദിക്കണം, എന്ത് ബുദ്ധിമുട്ടിയ. സ്തോത്രം. അപ്പോൾ അവര് ധീരതയോടെ നിന്നു. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കാനുള്ളതിന്റെ ഒരു കാരണം, ദൈവത്തിന് മനസ്സിലായി ഈ കുടുംബത്തിൽ നിന്ന് ഇവനെ വിളിച്ചു വേർതിരിച്ചാൽ ഒന്ന്, ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. ഇട്ടേച്ച് പോകത്തില്ല, പുറകോട്ട് പോകത്തില്ല, ഇടയ്ക്ക് ഇട്ടേച്ച് ഓടുകയല്ല. എബ്രായ ലേഖനത്തിൽ നമുക്കറിയാം, വാക്യം ഇങ്ങനുണ്ട്: പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് വിശ്വസിച്ച്
ജീവരക്ഷ പ്രാപിക്കുന്നു. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായിട്ടാഞ്ഞും കൊണ്ട് ലാക്കിലേക്കോടിടുന്നു. പിൻപിലുള്ളതിനെ പാടിക്കേ. സ്റ്റേജിലും അവിടെയും വേറെ സ്റ്റാൻസായാ പാടുന്നത്. ഇവരൊരു സ്റ്റാൻസ പാടി, നിങ്ങൾ വേറെ ഒരു സ്റ്റാൻസയാ പാടിയത്. എന്നാലും നിങ്ങൾ പാടിയല്ലോ, വലിയ കാര്യം. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായിട്ടാഞ്ഞും കൊണ്ട് ലാക്കിലേക്കോ ഇടുന്നു. പാരിൽ പലവിധമ പാടു കേൾക്കെറിടുമ്പോൾ പാദം പതറിടാതെ പാതയിലോടിടും ഞാൻ. പാരിൽ പലവിധമ ോടിടും ഞാൻ. പ്രത്യാശ എറിടുന്നേ എന്റെ പ്രിയനുമാ ഉള്ളവാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശ, ഓ പ്രത്യാശ ഏറിടുന്നേ എന്റെ പ്രിയനു. പ്രത്യാശ ഏറിടുന്നേ, പ്രത്യാശ ഏറിടുന്നേ എന്റെ പ്രിയനു. പ്രത്യാശ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാന് ഇടയ്ക്കിടയ്ക്ക് പഴയ പാട്ട് സന്ദർഭോചിതമായിട്ട് ഈ 2 ശീല് പാടും. പാടുന്നതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പറയുക. നിങ്ങൾ നന്നായിട്ട് പാടുമല്ലോ. അപ്പോൾ അറിയാവുന്ന പാട്ട് ഞാൻ പാടുമ്പോൾ നിങ്ങൾ മസിൽ പിടിച്ച് എനിക്കറിയാവോ എന്ന് പരീക്ഷിച്ചിരിക്കരുത്. നിങ്ങളും ചേർന്ന് പാടി നാം ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതെ. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കാൻ കാരണം സർവശക്തനായ ദൈവത്തിന് മനസ്സിലായി, ഈ കുടുംബത്തിൽ നിന്ന് ഇവനെ ഏകനായിട്ട് വിളിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. എന്ത് വിഷയം വന്നാലും പുറകോട്ട് പോകത്തില്ല. സ്തോത്രം. 2 ആ വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ ഇതിന്റെ ആശയവും കൂടെ അങ്ങ് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ. അങ്ങനെ. അപ്പം എൻ്റെ ഭാഷ പറഞ്ഞ അബ്രഹാമിന് ഒരു ഹൃദയമുണ്ട്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഒരുമാതിരി ചൊവ്വുള്ള ഒരു ഹൃദയം. പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം, നമ്മളിൽ പെന്തിക്കോസുകാരിൽ ഒരു 90% ആൾക്കാർക്ക് ഹൃദയമില്ല. അത് അവരുടെ കുഴപ്പമല്ല. എല്ലാവരും ഹൃദയം കർത്താവിന് കൊടുത്തു വെച്ചിരിക്കുക. ഇല്ല. ചിലര് പറയത്തില്ലയോ, ഞാൻ വെള്ളൂർക്കേരയുടെ കാലത്താ എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തത്. അന്ന് ഞങ്ങൾ 3-4 കുടുംബം ഉള്ളായിരുന്ന ഹൃദയം കർത്താവിന് കൊടുക്കാൻ അന്ന് കൊടുത്തതാ. പിന്നെ ഇന്ന് വരെ ഹൃദയമില്ല. പ്രവൃത്തിയും സ്വഭാവം കാണുമ്പോൾ അങ്ങനെ ബോധ്യപ്പെടുന്നത് ഹൃദയം ഇല്ല. ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും യോജിക്കാനും ഒന്നും ഒരു മനസ്സും ഇല്ല, ഹൃദയമില്ല. ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഇപ്പൊ തന്നെ ചിലരുടെ മുഖത്ത് ഒരു മ്ലാനത കാണുന്നുണ്ട്. ഈ ചൂടും പിടിച്ചെന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? ഒരു കാര്യം പറയാം, ഇവിടെ പേരും പ്രശസ്തി സ്ഥാനവും മാനവും ഒന്നും ലഭിച്ചില്ലെങ്കിലും, എല്ലാവരും നമ്മളെ അറിയത്തില്ലെങ്കിലും നമുക്ക് നല്ലൊരു ഹൃദയം വേണം. നമ്മുടെ കർത്താവും പഠിപ്പിച്ചത് അങ്ങനെ. ഹൃദയശുദ്ധിയുള്ളവർ അവരാ ഭാഗ്യവാന്മാര്.
അവരാ ദൈവത്തെ കാണുന്നത്. നേർക്ക് കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഞാനോ നിങ്ങളോ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, ഒക്കത്തില്ല. കൂട്ടു സഹോദരനെ ഒരു സഭയിൽ കൂടുന്ന വ്യക്തിയെ കണ്ടാൽ മിണ്ടുന്നില്ല, കൈ കൊടുക്കുന്നില്ല, സഹകരിക്കുന്നില്ല. അടുത്തിരിക്കുന്ന സഹോദരിയോട് താല്പര്യമില്ല, കൈ കൊടുക്കുന്നില്ല, മിണ്ടുന്നില്ല. അവരുടെ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകത്തില്ല, അഥവാ പോയാലും മിറ്റത്തിരിക്കും, അകത്ത് കയറുകയല്ല. പ്രാർത്ഥന തീരുന്നതിന് മുന്നേ നീയും പെമ്പളയും അല്ലെ മാപ്പിളയും കൂടെ ഉണ്ടയിടുകയും ചെയ്യും. അവിടുന്ന് ഒരു കട്ടം പോലും കുടിക്കാൻ മനസ്സും ഇല്ല. വെറുതെ തുള്ളുകയും ചാടുകയും വെപ്രാളം കാണിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹമൊന്നും ദൈവത്തെ കണ്ടിട്ടില്ല. പിന്നെ ദൈവത്തെ കണ്ടെന്നും പറഞ്ഞ് ഇറമ്പയത്തോടെ നടക്കാം, ദൈവത്തെ ഒന്നും കണ്ടിട്ടില്ല. കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നതിലും ആദ്യം കാണുന്ന സഹോദരനെ സ്നേഹിക്കണം. അവന് കൈ കൊടുക്കുക, സംസാരിക്കുക, ഇടപെടുക, സഹകരിക്കുക, മാന്യമായി യോഗ്യമായി ഒക്കെ ഇടപെടുക. ഇതാ ചെയ്യേണ്ടത്. നമുക്ക് നല്ലൊരു ഹൃദയം വേണം. നമ്മുടെ കർത്താവ് അതാ പഠിപ്പിച്ചത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ആസാഫ് ഒരിക്കൽ ഇങ്ങനെ പാടി, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നല്ല ഹൃദയമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടെന്നുള്ളതാണ്. ഒരു പഴയ പാട്ടിന്റെ വരി ഇങ്ങനുണ്ട്, നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ സൂഖികളായി മേവും അതിലിടറിയ നുള്ളം തിരതുല്യം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. അപ്പോൾ നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാണ്. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കാനുള്ളതിന്റെ ഒരു കാരണം, ദൈവത്തിന് മനസ്സിലായി ഈ കുടുംബത്തിൽ നിന്ന് ഇവനെ വിളിച്ച് വേർതിരിച്ചാൽ വിശ്വസ്തയോടെ നിൽക്കും. 2, നല്ലൊരു ഹൃദയമുണ്ട്. അപ്പോൾ അബ്രഹാം ആ വിളി കേട്ടിറങ്ങിയത്. വിളി കേട്ട് അവിടെ നിന്ന് ഇറങ്ങി. വിളിച്ചതിനെ പറ്റി ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം ഒന്ന് വായിച്ചാട്ടെ. 12-ന്റെ 1-ാം വാക്യം. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുക, നീ നിന്റെ ദേശത്തെയും ചേർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടണം. ഇതൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ള പ്രസംഗവും നിങ്ങൾക്കിതെല്ലാം അറിയാം. പിന്നെ ഞാനിപ്പോ പറയുന്ന ഒക്കുന്നുണ്ടോ നിങ്ങൾ നോക്കിയിരിക്കുക. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ 3 കാര്യം വിടാൻ അദ്ദേഹം പറഞ്ഞേ: ദേശം, ചേർച്ച, പിതൃഭവനം. ഇത് എവിടെ വെച്ചാ പറയുന്നത്? 3 കാര്യം വിടാൻ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിച്ചില്ലയോ? 3 കാര്യം വിടാൻ. അങ്ങനല്ലേ മോനെ? ഏതൊക്കെയാ വിടണ്ടേ? നീ ഇവിടല്ലേ? ദേശം, ചാർച്ച, പിതൃഭവനം. ശ്രദ്ധിച്ചിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കും. വൈകിട്ട് വന്ന് പുറകിലും ഇരിക്കരുത്. പുള്ളി ചോദ്യം ചോദിക്കുന്നവനാ, അതുകൊണ്ട് ഞാൻ പുറകിലെ. അവൻ ദേശം, ചേർച്ച, പിതൃഭവനം 3 കാര്യം വിടണം. ഇതെവിടെ വെച്ചാ ദൈവം പറയുന്നത്? എവിടെ വെച്ചാലും പറയട്ടെ, പെട്ടെന്ന് കാര്യം പറഞ്ഞ് ഞങ്ങളെ വീട് വിടാനായിരിക്കും. ആ 12-ാം അധ്യായത്തിന്റെ മുകളിൽ 11-ന്റെ ഒടുവിൽ വായിച്ചാൽ ഇവര് ഹാരാൻ വരെ വന്നെന്ന, അങ്ങനല്ലയോ? വായിച്ചേ. തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ
തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിനെയും അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയും കൂട്ടിക്കൊണ്ട് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാന് വെച്ച് മരിച്ചു. ഉടനെ 12-ാം അധ്യായം തുടങ്ങുക. 3 കാര്യം വിടാൻ. അപ്പൊ ഇതെവിടെ വെച്ചാ പറയുന്നേ? ഉറക്കെ പറ. ഹാരാന് വെച്ചാ. അപ്പൊ ഉൽപ്പത്തി 11-ന്റെ ഒടുവിലത്തെ വാക്യവും 12-ന്റെ ആദ്യവും കൂടെ ചേർത്ത് പഠിച്ചാൽ ഹാരാന് വെച്ച് ദൈവം പറയുകയാ, ദേശം, ചാർച്ച, പിതൃഭവനം, ഇത് 3 വിടണം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ ഹാരാന് വെച്ച് ഇടപെട്ടെന്നാ പഠിക്കുന്നത്. എന്നാൽ ഹാരാനിൽ വരുന്നതിന് മുമ്പേ ദൈവം ഇടപെട്ടതാ. ഹാരാനിൽ വരുന്നതിന് മുന്നമേ ദൈവം ഇടപെട്ട വിഷയമായത്. വായിച്ചേ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഉൽപ്പത്തി അല്ല, അപ്പോസ്തല പ്രവൃത്തി. ഉൽപ്പത്തി 7 നോഹയുടെ കാര്യമാണ്. ഉടനെ മറിക്കുക. പുസ്തകമായിട്ട് നല്ല ബന്ധമുണ്ട്. എടുത്തവർക്ക് ചടികടാന്ന് വായിക്കാം. ഇതുള്ളത് തന്നെയോ? അല്ല, ഇവിടെ സഹോദരി വായിച്ച് പുള്ളിക്കാരിക്ക് കൂടെ അവസരം കൊടുക്കട്ടെ. ഞാൻ തരാം ഇടയ്ക്ക്. വാക്യങ്ങൾ ഇഷ്ടം പോലുണ്ട്. സഹോദരി വായിരും. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുകയും, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപ്. അപ്പോൾ ഉൽപ്പത്തി 11-12 പഠിക്കുമ്പോൾ ഹാരാന് വെച്ച് ദൈവം ഇടപെട്ടെന്ന. എന്നാൽ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ ചരിത്രം നന്നായി പഠിച്ച് വിശകലനം ചെയ്ത് താൻ അതിന്റെ അടുക്കും ചിട്ടയോടും കൂടെ കാര്യം വന്ന് പറയുമ്പോൾ പറയുക, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാന് വന്ന് പാർക്കുന്നതിന് മുൻപ് എന്നിട്ട് എവിടാന്ന് പറഞ്ഞു? മെസൊപ്പൊത്താമിയയിലിരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പൊ ശ്രദ്ധിച്ചേ, മെസൊപ്പൊട്ടാമിയയിൽ വെച്ച് ദൈവം പറഞ്ഞതായി 3 കാര്യം വിടാൻ. ഏതൊക്കെ? വാ തുറന്ന് എന്തേലും ഒന്ന് പറ. ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിടാൻ എവിടെ വെച്ച് പറഞ്ഞു? മെസൊപ്പൊത്താമിയ എന്ന് പറയാൻ ഒക്കാത്ത കൊണ്ടാണോ പെട്ടെന്ന് ഹാരാനെന്നൊക്കെ പറഞ്ഞേ? അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മെസൊപ്പൊത്താമിയ എന്നൊക്കെ പറയാൻ. ഹാരാനാകുമ്പോ പെട്ടെന്ന് പറയാറ്. അപ്പോൾ ഹാരാന് വരുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടാമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാ അവർ അച്ഛനോട് 3 കാര്യം വിടാൻ. ദേശം, ചാർച്ച, പിതൃഭവനം. നിങ്ങളെല്ലാം കുനിഞ്ഞു കിടന്ന് ഞാറ് പറിക്കും പോലെ പറിച്ച് ഞാൻ ആരോട് ഇടപെടാനാ? നിങ്ങൾ എന്നെ നോക്ക്. കാണാനൊന്നും വലിയ ചതവില്ലെങ്കിലും എന്നെ നോക്കൊരു 2 മണി വരെ. 3 കാര്യം വിടാൻ ദൈവം പറഞ്ഞു. ദേശം, ചാർച്ച, പിതൃഭവനം. അബ്രഹാം 3 കാര്യം വിട്ടോ? മൂന്ന് കാര്യം വിടാൻ ദൈവം പറഞ്ഞു. വിട്ടോ? ഇല്ല. എന്തൊക്കെ വിട്ടു, എന്തൊക്കെ വിട്ടില്ല? അതോ ഒന്നും വിട്ടില്ലയോ? എന്ന് വെക്കാതെ ഒരാൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മതി. ആട്ടെ, എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് മുൻപിൽ വന്നിരുന്ന് പറയുന്നുണ്ടല്ലോ, ദൈവം സഹായിക്കട്ടെ. അപ്പോൾ 3 കാര്യം വിടാൻ ദൈവം പറഞ്ഞു. 1 കാര്യമേ വിട്ടിട്ടുള്ളൂ. 2 കാര്യം ഇപ്പോഴും വിടാൻ ഉണ്ട്. ദേശം വിട്ടു, പക്ഷേ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടിട്ടില്ല. നമ്മളും എല്ലാം വിട്ടെന്നും പറഞ്ഞ ഈ കസേര വന്ന് കുത്തിയിരിക്കുന്നേ. സത്യം പറ, എല്ലാം വിട്ടോ? സത്യം പറയല്ലേ?
പക്ഷെ എന്നെ കട്ടിക്കിടിച്ചാൽ ഞാൻ സത്യം പറയുകയല്ല. അല്ല, ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുക. ഈ സഭ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഒത്തിരി വർഷങ്ങളായി. 49 50 കൊല്ലം കഴിഞ്ഞു. അതോ 50 തുടങ്ങിയോ? പഴയ വിശ്വാസി ആരാ ഇപ്പോൾ ഉള്ളത് നിലവിലെ? അമ്മയുണ്ട്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അമ്മേ 83. ഈ സഭയുടെ ആരംഭം മുതൽ അമ്മയുണ്ടോ? അയ്യോ പാവം. അമ്മച്ചി ആരംഭം മുതലുള്ളതാ. 60 കൊല്ലമായി കാണും. ആണ്. അപ്പൊ 50 കൊല്ലം കഴിഞ്ഞല്ലോ ഈ സഭ ആരംഭിച്ചിട്ട്. സത്യം പറ, അതിനുശേഷം വന്നവരായ ഇതിനകത്തിരിക്കുന്നവര് പിൻതലമുറ എല്ലാം വിട്ടോ? നിങ്ങൾ എന്തേലും ഒന്ന് പറ. യോഗം കഴിഞ്ഞ് പോകണ്ടേ എല്ലാവർക്കും? പണ്ട് ഞങ്ങളുടെ ഒരു അമ്മ റോഡേ പോയപ്പം ഒരു ചെറുക്കൻ വന്ന് സൈക്കിളെ വന്നു. ചെറിയ റോഡാ. അതെൻ്റെ അപ്പൻ്റെ പെങ്ങളെ ഇവിടെ വൈക്കത്താ കെട്ടിച്ചിരിക്കുന്നത്, ചാലപ്പറമ്പിൽ. അപ്പൊ അവിടുത്തെ അമ്മച്ചിയുടെ ചരിത്രമാണ്. ഈ തള്ള റോഡേ പോയപ്പം ഒരു ചെറുപ്പക്കാരൻ സൈക്കിളെ വന്നു ഒറ്റ ഇടി. അവനെ എന്തോ അബദ്ധം പറ്റി, തള്ള അങ്ങോട്ടങ്ങ് മറിഞ്ഞു വീണു. യവൻ സൈക്കിളുമായിട്ട് ഇപ്പുറലോട്ടും വീണു. യവൻ അങ്ങ് വെപ്രാളമായി. പ്രായമുള്ള തള്ളെ ഇടിക്കുകയും ചെയ്തു. അവരിനി അത്തോ എന്തുവാ, യവൻ പമ്മി ഇപ്പറ കിടക്കുക. ഇവരുടെ നിലപാടൊന്നും അറിയാനാ. തള്ള ഇങ്ങോട്ടും വീണ്, തള്ള ഇങ്ങനെ കിടക്കുക. ഇടയ്ക്ക് തള്ള ഇവനെ നോക്കിയപ്പോൾ അവനും കിടക്കുക. അപ്പൊ തള്ളയുടെ വെപ്രാളം അവൻ ഏതാണ്ട് കുഴപ്പം വന്നു. തള്ളയ്ക്ക് കുഴപ്പമൊന്നും വന്നില്ല. ഇവൻ പേടിച്ച് കിടക്കുക. സൈക്കിള് ഇവന്റെ കാലിലോട്ട് മറിഞ്ഞു കിടക്കുന്നു. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാലക്കണ്ണിട്ട് നോക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ഈ തള്ള എഴുന്നേറ്റ് നടന്ന് അവനിടയ്ക്ക് ചെന്നേച്ച് പറഞ്ഞ്, എടാ മോനെ, നമ്മളിങ്ങനെ കിടന്നാ മതിയോ, പോകണ്ടായോ എന്ന് ചോദിച്ചു. കുറെ നേരമായിട്ട് രണ്ടുപേരും റോഡിനപ്പുറം ഇപ്പറേ കിടക്ക്. അമ്മ എന്ന് ചോദിച്ചു, നമ്മളിങ്ങനെ കിടന്നാ മതിയോ? അന്നേരം പറഞ്ഞില്ല, അമ്മച്ചി പോകാം, എഴുന്നേക്കാൻ പറഞ്ഞു. അവൻ സൈക്കിൾ വിട്ട് പോയി. അമ്മയ്ക്ക് കുഴപ്പമൊന്നും മതി എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാ മതിയോ, പോകണ്ടേ? നിങ്ങൾ എന്തേലും ഒന്ന് വാ തുറന്ന് പറ. 3 കാര്യം വിടാൻ ദൈവം പറഞ്ഞു. ഒരു കാര്യമേ വിട്ടോളൂ, ദേശം വിട്ടു. ചേർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടിട്ടില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, നമ്മൾ ഈ പെന്തിക്കോസ് വന്നെങ്കിലും എല്ലാം ഒന്നും വിട്ടിട്ടില്ല. ഇനിയും ഞാൻ ചില കാര്യം പറഞ്ഞാൽ അത് വിടാൻ നിങ്ങൾക്ക് മനസ്സുമില്ലെന്ന് എനിക്കറിയാം. വിട്ടോ? സത്യം പറ. തള്ള ചോദിച്ച പോലെ ഞാൻ പിന്നെയും ചോദിക്കണോ? വിട്ടോ? എല്ലാം വിട്ടിട്ടില്ല. അതാ എന്റെ പരമാർത്ഥം. ആട്ടെ, ഇനി വിടാൻ താല്പര്യമുണ്ടോ? അല്ല പിന്നെ ഈ ചൂടും പിടിച്ച് ഇവിടെ കുത്തിയിരിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഞാന് മിക്കപ്പോഴും പറയും, ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്തു. ഇനി നമ്മൾ വിടാനുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട്, നമ്മളത് നിസ്സാരമായിട്ടാ പലരും കരുതുന്നെങ്കിലും അത് പ്രധാനപ്പെട്ട വിഷയമാണ്. വിടാനുള്ള കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പെന്തിക്കോസ് വന്നു, ഒക്കെ നല്ല കാര്യം. ഞാൻ ഓരോന്നോരോന്ന് നോട്ട് ചെയ്തപ്പം ഇനി നമ്മൾ പ്രധാനമായിട്ട് വിടേണ്ട ഒരു 158 കൂട്ടം കാര്യമുണ്ട്. എത്രയാ? 158 നമ്മൾ ഇനിയും വിടാനുള്ളതാ. എല്ലാം വിട്ടെന്ന് പറഞ്ഞാ ചിലര് ഇനി നമ്മൾ വിടാനുള്ള കാര്യങ്ങളാ 150. എൻ്റെ ഭാഷ അത്ര ഒന്നുമില്ല. ഞാൻ 1-2 കാര്യവും കൂടെ ഒക്കെ വിടാൻ ഉണ്ട്. അതെനിക്കും അറിയാം, ഞങ്ങളുടെ അച്ചായനും അറിയാം, അപ്പുറത്തുകാർക്കും അറിയാം. അല്ല, അച്ചായൻ പറയാം, അവക്കറിയാം ഞാൻ ഇനി എന്നാക്കിയാ
അവൾ കൂടെ എന്നോട് പറയുകയും ചെയ്യും, നിങ്ങൾ അതുകൂടെ അങ്ങ് വിടേ എന്ന് അവൾ പറയുന്നതൊക്കെ അറിയാം. അങ്ങനെ 1-2 കൂട്ടം കാര്യമേ ഞാൻ 158 ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. അപ്പം വിട്ടെങ്കിൽ അല്ലുവലിയ പറഞ്ഞേക്കണം, അത് വിട്ടില്ലെങ്കിൽ മിണ്ടായിരുന്നേക്കണം. ഒത്തിരി ഉണ്ട്. നമ്മൾ പെന്തിക്കോസിലൊക്കെ ആണെങ്കിലും ഇപ്പോഴും എല്ലാവരും അല്ലെങ്കിലും ചിലര് പുതിയ വീട് വെച്ച് കഴിയുമ്പം പാല് കാച്ചുന്ന സമ്പ്രദായമുണ്ട്. വിട്ടെങ്കിൽ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞേക്കണം, വിട്ടില്ലേ മിണ്ടാതിരുന്നേക്കണം. അതെ, നീ എണ്ണിക്കോണം, ചുമ്മാ ഇരിക്കല്ലേ. ഇംഗ്ലീഷ് ബൈബിളല്ലേ, അവിടെ ഇരുന്ന് എണ്ണിയാൽ മതി, എഴുന്നേറ്റൊന്നും വണ്ണണ്ട. അപ്പൊ ഞാൻ എത്ര പറഞ്ഞു? 1 എണ്ണിക്കോണം, നോട്ട് ചെയ്തോണം. ഇടയ്ക്ക് ഞാൻ ചോദിക്കും. നമ്മൾ വിടാനുള്ളതാ. എല്ലാവരും അല്ലെങ്കിലും മിക്കവരും പെന്തിക്കോസുകാരുടെ കാര്യമേ പറയുന്ന, മറ്റുള്ളവരുടെ കാര്യമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് പെന്തിക്കോസിനൊക്കെ വന്നെങ്കിൽ ഇപ്പോഴും ചിലര് കല്യാണം കഴിക്കുമ്പോൾ അമ്മക്കച്ച കൊടുക്കുന്ന ചടങ്ങുണ്ട്. പണ്ട് കച്ചയാ, ഇപ്പൊ സാരിയാ. ചിലപ്പോൾ അത് കൊടുത്തോണ്ടായിരിക്കും വന്നിരിക്കുന്നത്. വിട്ടെങ്കില് ഹല്ലേലൂയ പറഞ്ഞോണം, ഞാൻ തിരിഞ്ഞു നിന്നോളാം, വിട്ടില്ലേ മിണ്ടാതിരുന്നേക്കണം. ആട്ടെ, നീ എണ്ണിക്കോണം കേട്ടോ. എന്നാ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നത്? ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കി കടുവാ നോക്കും പോലെ ഒന്നും എന്നെ നോക്കരുത്. 3 ഇപ്പോഴും കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പം കൈ കൊടുത്തേച്ച് മരുമകളോട് പറയില്ല, വലത്തുകാല് വെച്ച് ഒന്നേ പറയും, ഇല്ലെങ്കിൽ അവിടെ അമ്മ പറഞ്ഞു വിടും, അല്ലെ അവക്ക് തന്നെ തോന്നുക വലത്തുകാല് വെച്ച് 2 കാലും ദൈവം തന്നതാ. വലത്തുകാലം മാത്രമോ ദൈവം തന്നതാ. 2നും പ്രാധാന്യമുണ്ട്. ഈ ശരീരത്തിലെ ഓരോ അവയവത്തിനും പ്രാധാന്യമുണ്ട്, എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. എന്തിനാ പ്രാധാന്യമില്ലാത്ത? ദൈവം എല്ലാം നന്നായി ചെയ്തു വെച്ചിരിക്കുക. അണിവരലിന് പ്രാധാന്യമുണ്ട്. അണിവരൽ ചെവിക്കകത്ത് ചെവി കടിക്കുമ്പോൾ പെട്ടെന്നൊന്ന് ഇടാം, അത് അളവര് കയറ്റാൻ പറ്റുമോ? എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. ഒപ്പിടാൻ അറിയാൻ മേലാത്ത തള്ള ചെല്ലുമ്പോൾ അവർ പറഞ്ഞ കൈ ഇങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞാൽ അത് തള്ളവരല്ല അല്ലേ? എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ വലത്തുകാല് വെച്ച് കയറുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കല്യാണം കഴിക്കുമ്പോൾ അടുക്കള കാണാൻ പോകുന്ന പെന്തിക്കോസുണ്ട്. എല്ലാവരുമല്ല, ചിലര്. ഒരു ഓട്ടുരുളി, ഒരു ചെമ്പ് കലവും, 101 കുഴലപ്പൂ, ഇച്ചിരി അവലൂണ്ടേ. എന്നാ എല്ലാവരും വള്ളം മുങ്ങിയതുപോലെ ഇരിക്കുന്നേ? ഇപ്പോഴും ഉണ്ട്. നീ എണ്ണിക്കോണം കേട്ടോ. അല്ല, വിട്ടെന്നല്ലയോ പറഞ്ഞേ? അമ്മാമ്മ സത്യവും പറഞ്ഞു, ഇനിയും ചിലതൊക്കെ വിടാനുണ്ടെന്ന്. സത്യം പറയുന്ന ഒരാളെങ്കിലും യോഗത്തിനുണ്ടല്ലോ, വലിയ കാര്യം. ഇനിയുണ്ട് നമ്മൾ ഒത്തിരി കാര്യം വിടാൻ. ചില സഹോദരിമാർ തമ്മിൽ സംസാരിക്കുമ്പം പറയുന്നത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മാമ്മ ഈ വീട്ടിൽ വന്ന കാലം മുതൽ ഞാൻ ആത്മാർത്ഥമായി വീട്ടിനോട്ട് ഇടപെട്ടത്. ഈ ഞങ്ങളുടെ അച്ചായൻ്റെ പെങ്ങൾ ഇവളെ പോലെ ഇത്ര കൊള്ളുകാലാത്തുരത്തി എന്നോട്, ഇവളെ കെട്ടിക്കുന്നതിന് മുന്നേ അവൾ എന്നോട് ചെയ്തതും പ്രവർത്തിച്ചതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാനത് വെച്ചൊന്നും അവളോട് ഇടപെടുന്നില്ല. ഇവളാരാ പൊന്നുമോളെന്ന് അറിയാമോ? ഇപ്പോഴേ അവളെ അരയമ്പറമ്പിൽ ആ കെട്ടിച്ചെങ്കിൽ ഇവളെ പോലെ പാര വെക്കുന്ന ഒരുത്തി. ഇതെല്ലാം ഏതാ പറഞ്ഞു പറയും, ഞാൻ പറഞ്ഞ കാര്യമെല്ലാം സത്യമാ കുഞ്ഞന്നാമേ, കണ്ടോ? എന്തുവാ? വിട്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞോണം, വിട്ടില്ലേ മിണ്ടായിരുന്നോണം. ഒരു സഭയിലാ കൂടുന്ന 2 വിശ്വാസികൾ തമ്മിൽ എന്നാലും പറയും, തങ്കമ്മേ നമ്മൾ ഒരു സഭയിലാ കൂടുന്നെങ്കിലും സന്ധ്യ കഴിഞ്ഞ ഞങ്ങളുടെ മുറ്റത്തൂടെ വെള്ളം കോരിക്കൊണ്ട് പെന്തിക്കോസ. അമ്മായിമ്മ മരുമകൾക്ക് നിർദ്ദേശം കൊടുത്തു, സൂസമ്മേ സന്ധ്യ കഴിഞ്ഞ് തുണി കല്ലേ തല്ലി
അയ്യോ എന്നാന്ന് ഇന്നലെ മുതലേ കണ്ണങ്ങ് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാണോ ഞാൻ രാവിലെ മുതൽ കൂടെ അങ്ങ് തുമ്മുന്ന്. മനസ്സിലായല്ലോ? എൻ്റെ മേരിക്കുട്ടി ഞാൻ ഇന്ന് കണ്ടമാനം ചിരിച്ചു എന്ന് പറഞ്ഞ നീ എത്ര എണ്ണോ? 10. എണ്ണിക്കോണം. ഞാൻ 158 എണ്ണമാണ് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. യാത്ര പോകുമ്പോ എന്ന് യാത്ര പോയാൽ ഈ നശിച്ച പൂച്ച ഇതിനെ തല്ലിക്കൊല്ലണം. എന്ന് നല്ല കാര്യത്തിന് ഇറങ്ങിയ ഉടനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ എന്നെ പുറകെ വിളിക്കരുതെന്ന്. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ അന്നേരം എന്നെ എല്ലാവരും കണ്ണടച്ചിരിക്കുന്നത് ധ്യാനിക്കാന്നോ? നമ്മൾ ഈ കൃപയിൽ വന്നിട്ടും ഇങ്ങനെ ഒത്തിരി കാര്യം വിടാനുണ്ടെന്ന്. പിന്നെ പ്രസവത്തിന് വിടാനും കൊണ്ടുവരാനും ഒക്കെ ചടങ്ങ. ഒറ്റ സംഖ്യ ആളിന്മേൽ ആള് പോകരുതെന്നാ. ഒത്തിരി ചടങ്ങുണ്ട്, ഇതെല്ലാം ആചാരങ്ങളാണ്. രാവിലെ കണക്ക് തുറന്നു വന്ന തങ്കച്ചാ ഇന്ന് ആരോ വിരുന്നുകാർ വരും കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ എത്ര 14. മതി, ഇത്ര മതി. ഇന്ന് ഉണ്ട്, ബാക്കി കിടപ്പുണ്ട്. വിട്ടോ എല്ലാം? ഇല്ല. ആട്ടെ, വിടാൻ താല്പര്യമുണ്ടോ? രക്ഷപ്പെടും. ഈ യോഗവും വിജയമാ. സ്തോത്രം. സാറ് ഒരു പാട്ട് പാടി, വാമേലെ ബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. വാമേലെ ബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. പ്രേമമുള്ളോരാമ നാമുകളും ശനിർ ഹർമോൻ മൂടികളും വിട്ട് നീ പോരിക. ശാലോ ന്റെ പ്രിയ ചെലടും സ്വർലോക സുന്ദരിയെ. ശാലോമിയെ വാരി എന്റെ പ്രിയ ചെലടും സ്വർലോക. അപ്പോൾ വിടേണ്ടതെല്ലാം വിടുക. ആട്ടെ, ഞാൻ ഇടയ്ക്ക് എത്ര ഒന്ന് കയറി പറഞ്ഞതേ ഉള്ളൂ. ഒത്തിരി ഉണ്ട്. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി, ഇതെല്ലാം ആഘോഷിക്കുന്ന ബന്ധുക്കോസുകാർ ധാരാളം ഉണ്ട്. സ്തോത്രം. ഇഷ്ടം പോലെ ദിവസവും മാസവും കാലവും ആണ്ടും 100-ാം വാർഷികം 50-ാം വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്. ഒത്തിരി ചടങ്ങുകൾ. ഇപ്പോഴും വീട് പണിയുമ്പോൾ ചിലര് ആശാരി അങ്ങാണ്ട് ആശാരിയോ കല്ലാശാരിയോ അല്ലെ പഴയ ആൾക്കാരാണ്ട് പറഞ്ഞു കൊടുത്തുക, തങ്കച്ച വീട് പണിത റോഡ് സൈഡിലാണ് പണിതൊരു കാര്യം ചെയ്യേ, ക്ലിപ്പാലായിട്ട് ഒരു കമ്പ് മുറിച്ച് എങ്ങനെ കെട്ടി തൂക്കിയിടണമെന്ന്. പാല മനസ്സിലായില്ല. ഇപ്പോഴും ചിലരുണ്ട്. അല്ലെ പഴയ മംഗലം ഉണ്ടെങ്കിൽ അത് കണ്ണുമൊക്കെ വരച്ച് ഒരു കമ്പേൽ, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സ്തോത്രം. ഇപ്പോഴും സ്ഥാനം കാണുന്ന ആൾക്കാരുണ്ടല്ലോ വീട് വെക്കാൻ, ചിലരുണ്ട്. ബന്ധുക്കോസുകാരുടെ ഒരു വീട്ടിൽ ഞാനിവിടെ ചെന്നപ്പോഴാണ് അവർ സ്ഥാനം കണ്ട് കല്ലിടുക. കല്ലിട്ടപ്പം ആശാരി പറഞ്ഞു കൊടുത്തു 1 രൂപയുടെ ഒരു തൊട്ടുകൂടെ അങ്ങോട്ട് വെച്ചേക്കാൻ. 1 രൂപയുടെ തൊട്ട്. തപ്പിയപ്പം ഇല്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് മേടിച്ചു കൊണ്ട് വെച്ചു ആ കുണം പിടിക്കാത്തവൻ. പാസ്റ്റർമാരെല്ലാം നോക്കി നിൽക്കുക, ഞാനും നോക്കി നിൽക്കുക. വല്ലതും മിണ്ടാൻ പറ്റുമോ? അത് ഗുണമായില്ല. വീട്ടിൽ പാർക്കാനൊത്തില്ല. എടാ, തിരുവചനം പഠിപ്പിക്കുന്നത് യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. യഹോവ നിന്നെ ചുറ്റി പരിപാലിക്കും. യഹോവ ഒരു പട്ടാളമായിട്ട് ദൈവം നിന്നെ പരിപാലിക്കും. അതാ പ്രമാണം.
സ്തോത്രം. ഇതന്നെ ഈ മുള ഇവിടെ വെച്ചേക്കുന്നത്, അതേ ഞങ്ങളോട് പറഞ്ഞു വെച്ചേക്കണ അപ്പുറത്തെ തള്ളയ്ക്ക് ആയില്യം നാളെ അത് നമുക്ക് ദോഷമാണ്. അല്ല, നമ്മൾ എന്ത് ചെയ്താലും പിന്നെ ഞങ്ങളുടെ വകയിലൊരു അച്ചായനാ പറഞ്ഞാന്ന് ഒരു മൂടി ഇല്ലി അവിടെ കൊണ്ടുവന്ന് വേറെ ചെല്ലും പറഞ്ഞല്ലോ, ഞങ്ങളുടെ ബേക്കുട്ടിക്ക് മകവാ നാളെ, അതല്ലേ വെച്ചടി കയറ്റവാ, വെച്ചടി മകൻ പറന്ന മങ്കയെ കാലം തുറന്നിരുന്നാ മതി. ഇത് പെന്തിക്കോസി വന്നിട്ട് ഇതൊന്നും കളയുന്നില്ലെന്നുള്ളതാ. ഇപ്പോഴും നാള് നോക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പിന്നെ നോക്കത്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ നാളെ ഇന്നതാ കേട്ടോ. പിന്നെ ആണോ അമ്മാമ്മയുടെ നാളെ ഏതാ? അയ്യോ എൻ്റെ നാള് തിരുവാതിരയാ. വീട്ടിൽ മുഴുവൻ തിരുവാതിര കളിയാന്നല്ലോ. അമ്മായിയമ്മയും മരുമകളുമായിട്ട് എന്നും അമ്മാമ നമ്മളിതൊന്നും നോക്കുന്നില്ലെങ്കിൽ ഇതിനകത്തൊക്കെ ഉണ്ടമ്മാമേ, ഇടയ്ക്ക് കയറി പറയുന്നതാ. നമ്മളിതൊന്നും വിശ്വസിക്കുന്നെങ്കിലും ഇതിനകത്തൊക്കെ ഇപ്പോഴും അങ്ങനത്തെ പെന്തിക്കോസുകാരുണ്ട്. നിങ്ങൾ തമ്മിൽ ഞങ്ങൾ ബന്ധുക്കാരാ, പിന്നെ എങ്ങനെ? അയ്യോ ഞങ്ങൾ ഒരു ഇല്ലവാ, എൻ്റെ വല്യമ്മച്ചിയും അവിടുത്തെ വല്യമ്മച്ചിയും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഇല്ലെങ്കിൽ ഞാൻ തെളിയിച്ചേ പോവുള്ളൂ. ഇതെല്ലാം ഈ പെന്തിക്കോസി വന്നിട്ട് ഇപ്പോഴും ഈ പഴയ മാമൂലൊന്നും എല്ലാവരും അങ്ങ് ശ്വാസം വിട്. ഇങ്ങനെ ഇരുന്ന് പിന്നെ വല്ല വിലക്കോ വീണാ പിന്നെ അതിന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒന്നാമത്തെ ചൂടാ, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക. ഞാൻ ചില കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നിങ്ങളുടനെ ഇങ്ങനെ ഇരുന്ന് മാലിന്യപ്പെട്ടിടാതോടിയിടുക, മണവാളൻ വരാബറ്റ മടുത്തു പോയി, അമ്മ മാലിന്യപ്പെട്ടിട. ആശ്വസിക്കാൻ ഒരുങ്ങി വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാ പ്രിയൻ, മതിന്താമസം ഏറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകത്തിന്റെ മാലിന്യമൊന്നും നമ്മെ പിടികൂടരുത്. ലോകത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സഭയ്ക്കകത്തും ജീവിതത്തിലും പകർത്തരുത്. നാം വേർപെട്ട ദൈവമക്കളാ. അഥവാ ഒരുത്തൻ ഇത് പറഞ്ഞു വന്നാൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സ്തോത്രം. ഇപ്പോഴും ക്രിസ്തുമസ് കേക്ക് മേടിക്കാൻ കൊടുക്കാൻ ചെയ്യുന്ന ബന്ധുക്കോസുകാരുണ്ട്. എണ്ണുന്നുണ്ടോടാ? 19 അല്ലല്ലോ, ഇടയ്ക്ക് നീ തെറ്റിച്ചു. മുമ്പ് ഞാൻ ചോദിച്ചപ്പോൾ 17 അല്ലായിരുന്നോ? ഇപ്പൊ ഞാൻ 5 എണ്ണം കൂടെ പറഞ്ഞില്ലേ? ഓ, നിന്നെ എണ്ണാൻ കൊള്ളുകയല്ല ഇല്ലേ? ക്രിസ്മസ് കേക്ക് മേടിക്കാൻ കൊടുക്കാൻ ചെയ്യുന്ന ആൾക്കാർ ദൈവമേ ഞാൻ മേടിക്കണം എന്ന് പറഞ്ഞാൽ അമ്മാമ്മ കൊണ്ടുവന്നത് സ്തോത്രം. എവിടുന്നാ മേടിച്ചേ? നല്ലതാ കേട്ടോ, മാർബിളാ. ഈസ്റ്ററിന് അപ്പവും കറിയും കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പവും കറിയും കഴിക്കരുത് നല്ല വാദം, ചടങ്ങായി പറഞ്ഞത്. അപ്പുറത്തെ കത്തോലിക്കർ അവരുണ്ട്, സ്തോത്രം ദൈവമേ സ്റ്റു അല്ലയോ. പെന്തിക്കോസുകാർ ഇപ്പോഴും ഉണ്ട്. ഓണം ആഘോഷിക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. വീട്ടിൽ ഊണൊരുക്കിയില്ലെങ്കിൽ അനിയത്തിയുടെ വീട്ടിൽ പിള്ളേരെ വിടും. പിള്ളേർ നേരത്തെ അങ്ങ് പോയി കേട്ടോ, ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് എന്നാ ചെയ്യാനാ, ഒരു നശിച്ച പാസ്റ്റ ഇളകുന്ന കൊണ്ട് യോഗം വെച്ചിരിക്കുക. അല്ലെങ്കിലും അയാൾക്ക് അങ്ങനത്തെ ദീനം ഉള്ളതാ. ഒരു നല്ല ദിവസം വരുമ്പം ഒരു നല്ല ദിവസം വരുമ്പോൾ അന്ന് അയാൾ കൊണ്ട് ഉപവാസ പ്രാർത്ഥന. ഒരു കാര്യം ചെയ്യും, പിള്ളേർ നേരത്തെ പോ അനിയത്തിയുടെ വീട്ടിൽ ഓണം ഉണ്ണാൻ. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ പെന്തിക്കോസുകാരുണ്ട്.
പിള്ളേരെന്ത് ചെയ്യാം മാമേ? അവർ വീട് വരെ പോയി. എന്നാ നമുക്ക് ചടങ്ങൊന്നുമില്ലെങ്കിലും വീട്ടുകാരും പെന്തിക്കോസിൽ അവർ അവിടെ പള്ളിയിലാണല്ലോ, പള്ളി പെരുന്നാൾ നടക്കുക. മോള് പോയിട്ടുണ്ട്. അവളെ പറഞ്ഞ് നല്ല സ്ലൈഡും കുത്തുന്നതൊക്കെ അവിടെ കിട്ടുവന്ന്. എവിടെ മനസ്സിലാകാഴിയാണോ അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? എല്ലാരും പെന്തിക്കോസിലാ. സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഞാൻ ആരെയും കുറ്റമായിട്ട് പറഞ്ഞതോ ഇകഴ്ത്തി പറഞ്ഞതല്ല. ഒത്തിരി കാര്യം ഞാൻ നിങ്ങളും വിട്ടുകളയേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ആചാരങ്ങള്, ചടങ്ങുകള്, ഇതൊന്നും പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും അറിയത്തില്ല. ചെറുപ്പത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ 2 കുറ്റി പുട്ടും അതിനടുത്ത് ഏത്തക്കായി 5 താറാമോട്ടയും കൊടുത്ത് അവനെ പീർപ്പിച്ചേച്ച് അവസാനം അവൻ നിന്നെ തേമ്പിയച്ച് പോകും. കൊച്ചുങ്ങൾ ചോദിക്കും, നിന്റെ പെന്തിക്കോസ് കുഞ്ഞിലെ ഉപദേശം അകത്ത് കയറ്റി കൊടുക്കണം. കൈത്തണ്ടേ കിടക്കുമ്പോൾ മുതലേ ഉപദേശം പറഞ്ഞു കൊടുക്കണം. ചെറുപ്പത്തിലേ അഭ്യസിപ്പിക്കണം. വൃദ്ധനായാലും വിട്ടുമാറത്തില്ല. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. ആഹാരം കൊടുക്കുന്ന കൂടെ ഉപദേശവും കൊടുക്കണം. നമ്മൾ പെന്തിക്കോസുകാരാ, നമുക്ക് മറ്റുള്ളവരെ പോലെ ഒക്കത്തില്ല. നാം വേർപെട്ട ദൈവമക്കളാ. ഇത് ചെറുപ്പത്തിലേ പറഞ്ഞ് അവൻ അകത്തോട്ട് കൊടുക്കണം. അകത്തോട്ട് കൊടുത്താൽ ആ വിത്ത് അകത്ത് കിടക്കും. അഥവാ അവൻ അല്പം ഒരു ഇടങ്കേടാന്നേലും ഒരു മഴ പെയ്യുമ്പോൾ ഇത് ദൈവം കിളിർത്തു കൊണ്ടുവരും. അവൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതി നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വചനത്തിന്റെ വിത്ത് ഇട്ടുകൊടുക്കണം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞാൽ മടങ്ങി വരും. ദൈവത്തിന് മഹത്വം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. മോളെ, നമ്മൾ പെന്തിക്കോസുകാരാ, നമുക്ക് അവര് വസ്ത്രം ധരിക്കുമ്പോൾ ഒക്കത്തില്ല, അവര് നടക്കുന്നത് പോലെ ഒക്കത്തില്ല. നമ്മൾ വേർപെട്ട ദൈവമക്കളാ. നമ്മുടെ പ്രമാണം ഇതാ. വാക്യമൊക്കെ തെളിയിച്ച് അങ്ങോട്ട് കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ അകത്ത് ഇത് കയറണം. ഇതാകെ കൂടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്യം ഏതാ? 91 സങ്കീർത്തനം. കാണാൻ പഠിച്ചു വെച്ചിരിക്കുക. നല്ലതാ 91 സങ്കീർത്തനം. പിന്നെ 23 വലിയ ശല്യമില്ലാത്ത സങ്കീർത്തനങ്ങളാണ്. നമുക്ക് 1-2 ഗുണം വരുന്ന വാക്യങ്ങളും. അതല്ല, ഉപദേശങ്ങൾ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. ബാലശിക്ഷയിലും അങ്ങനെ ബാലശിക്ഷയിലും പത്യോപദേശം, കുഞ്ഞുങ്ങൾക്ക് പത്യോപദേശം പറഞ്ഞു കൊടുക്കണം. ചെറുപ്പത്തിലേ കൊടുക്കണം. അകത്ത് തിരുവചനം കയറണം കുഞ്ഞുങ്ങളുടെ അകത്ത്. ആമേ. സങ്കീർത്തനക്കാരൻ പാടുക, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ഒത്തിരി കാര്യം നമ്മൾ വിടാനുണ്ട്. അത് ഈ യോഗങ്ങൾ അതിനൊരു മുഖാന്തരമായി തീരട്ടെ. 3 കാര്യം വിടാൻ ദൈവം പറഞ്ഞു. ദേശം, ചാർച്ച, പിതൃഭവനം. 2 കാര്യം വിട്ടില്ല. 1 കാര്യം വിട്ടു. ദേശം വിട്ടു. പിതൃഭവനവും ചാർച്ചക്കാരെയും വിട്ടില്ല. പിതൃഭവനത്തിന്റെ പ്രതിനിധിയാ അപ്പൻ കൂടെയുണ്ട്. ചാർച്ചക്കാരുടെ പ്രതിനിധിയാ ലോത്ത് കൂടെയുണ്ട്. വിളിച്ചത് ആരെയാ? ദൈവം. അബ്രഹാമിനെ. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ ഒരു കാര്യം പിടികിട്ടും. വിളി കേട്ടത് അബ്രഹാമാണെങ്കിലും യാത്രയുടെ ലീഡർ ആരാന്നറിയാമോ? തേരക. ദൈവം വിളിച്ചത് അബ്രഹാമിനെയാ. അബ്രഹാം ആ തേജോമയനായി ദൈവത്തെ കണ്ടത്. തേജോമയനായി ദൈവം വിളിച്ചത് അബ്രഹാമിനെ. അബ്രഹാം വിളി കേട്ടതാ. പക്ഷെ ഈ യാത്രയുടെ കൺട്രോൾ മുഴുവൻ ആരുടെ കയ്യിലാ? തേരകന്റെ കയ്യിലാ. നിങ്ങൾ ആ വാക്യം പഠിക്കുമ്പോൾ അറിയാം. തേരക ഇപ്പൊ നിയന്ത്രണം, കൺട്രോൾ മുഴുവൻ ആരുടെ കയ്യിലാ? തേരകന്റെ കയ്യില. എന്ന് പറഞ്ഞാൽ വിളിയുള്ളവൻ മിണ്ടാതിരിക്കുക, വിളിയില്ലാത്തവനാ ഇത് കയറി നിയന്ത്രിക്കുന്നേ. ഞാൻ തെളിയിക്കാം, വായിച്ചോ, ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും. ആ 11-ാം അധ്യായത്തിന്റെ 27 മുതൽ അങ്ങോട്ട് വായിച്ചേ. തേരകന്റെ വംശപാരമ്പര്യമാവിത്. തേരക അബ്രാമിനെയും നാഗോറിനെയും കാരാനെയും ജനിപ്പിച്ചു. കാരാൻ തന്റെ ജന്മദേശത്ത് കൽദീയരുടെ പട്ടണമായി ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരകന് മുന്നേ മരിച്ചുപോയി. അബ്രാമിൻ നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര് വിളി. മിൽക്കയുടെയും ഇസ്കയുടെയും പുത്രി ഹാരാന്റെ പുത്രിയായിരുന്നു. സാറാ മച്ചിയായിരുന്നു, സന്തതി ഉണ്ടായിരുന്നില്ല. അടുത്ത വാക്യം ആയിരുന്നു. തന്റെ മകനായ, ശ്രദ്ധിച്ചു വായിച്ചോണം.
തേരക് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായ മരുമകളായ സാറായെ കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ ഇങ്ങോട്ട് നോക്കിയ കാര്യം പിടികിട്ടിയല്ലോ. ശ്രദ്ധിച്ചു പഠിച്ചാൽ തേരക് ഇവരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി. ലോത്തിനെയും സാറായിയെയും അബ്രഹാമിനെയും എല്ലാം കൂടെ. അത് അങ്ങനെ വയ്ക്കുന്ന തേരക്, അങ്ങനെ തുടക്കം. തേരക് അങ്ങനല്ലേ സഹോദരി? തേരക് ഇവരെ എല്ലാം കൂടെ കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അപ്പൊ ഈ വാക്യം മാത്രം പരിശോധിക്കാൻ യാത്രയുടെ ലീഡിങ് ചെയ്യുന്ന ആരാ? തേരക്. ഊരിൽ നിന്ന് കനാനിലോട്ട് പോകുന്നത് ആരാ ഇപ്പം? പറ. നിങ്ങൾ പുതിയ കണ്ടുപിടുത്തം ഒന്നും നടത്തണ്ട, അതിനുള്ളതങ്ങ് പറഞ്ഞാൽ മതി. ഒന്നുകൂടെ വായിച്ച വാക്യം. അതെല്ലാം മറന്നോ? മൈക്ക് തന്നതുപോലെ ഞാൻ തിരിച്ചു മേടിക്കും. തേരഹ് അങ്ങനെ ചേർത്ത് വായിക്ക്. അത് വായിക്കണ്ട. തേരഹ് തന്റെ മകനായ, അങ്ങനെ വായിച്ചേ. തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അപ്പൊ ഈ വാക്യം പഠിക്കുമ്പോ ഇവരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഇറങ്ങിയത് ആരാ? തേരക്. എവിടെ നിന്ന് ഇറങ്ങി? ഊരിൽ നിന്ന്. എങ്ങോട്ട് പോകുന്നു? കനാനിലോട്ട്. ലീഡ് ചെയ്യുന്നത് ആരാ? തേരക്. ആരെയൊക്കെ കൂട്ടി? അബ്രഹാമിനെയും കൂട്ടി, പൗത്ര ലോത്തിനെ കൂട്ടി, മരുമകൾ സാറായും കൂട്ടി. പുള്ളിയായി ഇപ്പൊ ലീഡ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്ന ആരാ എന്ന് പറഞ്ഞാൽ വിളി കേട്ടവന് അനങ്ങ മേലാത്ത പരുവത്തിലാക്കി. വിളിയില്ലാത്ത മൂപ്പിലയാ ഇപ്പൊ ഇതല്ല. മിക്ക സഭകളിലും ഇതല്ലേ നടക്കുന്നേ. ദൈവം വിളിച്ചവന് മിണ്ടാൻ അവസരമില്ല. ദൈവശബ്ദം കേട്ടവനെ അനക്കുകയല്ല. കുറെ കമ്മിറ്റിയും കൗൺസിലും സെക്രട്ടറിയും കുന്തവും കോടാലിയും എല്ലാം കൂടെ കയറി യവന്മാരായി ഇപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. എല്ലാ സെക്രട്ടറി അല്ല, എല്ലാ ട്രഷറും അല്ല, എല്ലാ കമ്മിറ്റിക്കാരും അല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് അവൻ നല്ല നിലയിൽ ജീവിക്കുന്ന ധാരാളം വിശുദ്ധന്മാരുണ്ട്. എന്നാൽ മിക്ക സഭകളിലും സെക്രട്ടറി അഭിഷേകം പ്രാപിച്ചതല്ല. തമ്പേർ മൂപ്പിനടിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ഒരവിട്ടിളക്കുന്ന കാണാം. അഭിഷേകം കർത്തൃമേശ എടുക്കാത്തവരുണ്ടല്ലോ. തിരുമേശ കൊണ്ട് കൊടുക്കുമ്പോൾ സായിബാബ ഇരിക്കുമ്പോൾ ഇവനിരിക്കുക. അവൻ ആ ലീഡ് ചെയ്യുന്ന കൺട്രോൾ ഇവന്റെ കയ്യില്ല. എടാ, തിരുമേശ എടുക്കാത്ത നീ ആന്നോ സഭയുടെ കാര്യങ്ങൾ നടത്തുന്നേ? അപ്പം നുറുക്കുന്ന സമയത്ത് ഇവൻ വെളിയിൽ ചാടും. ലാസ്റ്റ് ഒരു പാട്ട് പാടില്ല, ഇന്നും എന്നേക്ക്. അന്നേരം അവൻ പമ്മി കയറി വരും. പക്ഷെ അവൻ ആ ലീഡ് ചെയ്യുന്നേ. ഓവർസിയറും അവനോടാ കാര്യം ചോദിക്കുന്നത്, ജോർജ് കുട്ടി എന്നാ ചെയ്യണമെന്നേ. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് പ്രമാണത്ത് നിൽക്കുന്നവനുണ്ട്. അവനോട് മിണ്ടുകയില്ല, അവനോട് ചോദിക്കുകയില്ല. അല്ല, അവൻ ഇതിനൊന്നും ഇടപെടത്തുമില്ലല്ലോ. നിങ്ങള് സങ്കീർത്തനക്കാരൻ പറയുക പോലെ എന്നെ ഇങ്ങനെ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്താ? എന്താ സഭകൾക്കകത്തെല്ലാം പ്രശ്നം? വിളിയില്ലാത്തവൻ ഇപ്പൊ ലീഡ് ചെയ്യാൻ തുടങ്ങി. വിളിയില്ലാത്തവൻ കൺട്രോൾ ഏറ്റെടുത്തു. ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. തേരകനെവിടാ ദൈവമായിട്ട് ബന്ധം? അബ്രഹാമിന്റെ അപ്പനാന്നൊരു ബന്ധമല്ലാതെ ദൈവമായിട്ട്. എടാ, തേജോമയനായ ദൈവത്തെ കണ്ടത് അബ്രഹാമാ. ഈ മൂപ്പിലെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ലീഡ് ചെയ്യുന്നത് ആരാ? മൂപ്പിലെയാ. സ്തോത്രം.
കൗൺസില്, ഹൈ കൗൺസില്, സെക്രട്ടറി, ഖജാൻജി, കമ്മിറ്റി, രക്ഷാധികാരി മിക്കതും ദൈവമായിട്ടൊരു ബന്ധവും ഇല്ല. അവരാ ലീഡ് ചെയ്യുന്നത്, അവരാ കാര്യം തീരുമാനിക്കുന്നത്. ഏത് പാസ്റ്റർ ഇവിടെ വെക്കണം, ഏത് പാസ്റ്ററെ ഓടിക്കണം, എവിടോട്ട് ഓടിക്കണം, എങ്ങനെ ഓടിക്കണം, ആരിവിടെ വരണം, ആരിവിടെ ഇരിക്കണം, ആരിത് നിയന്ത്രിക്കണം, അവരാ തീരുമാനിക്കുന്നത്. അവരുടെ ഇഷ്ടത്തിന് പോയില്ലെങ്കിൽ അവർ അന്നേരം ഉടനെ അടിയന്തര കമ്മിറ്റി കൂടി കുരുക്കാവുന്നതിന്റെ സകല കുരുക്കും ഒപ്പിക്കും. മിക്കവാറുമായിട്ട് ഞാൻ നിൽക്കണമെന്ന് തോന്നുന്നില്ല. ഇടയെ അഭിഷേകമുള്ളവൻ വേണം ഇത് നിയന്ത്രിക്കാൻ, ദൈവാത്മാവിന് നിയോഗം ലഭിച്ചവൻ വേണം ഇത് ലീഡ് ചെയ്യാൻ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഉള്ളവൻ വേണം ഇതിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ. ദൈവത്തിന്റെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആത്മാവിനാൽ നടത്തപ്പെടണം. പരിശുദ്ധാത്മാവിന് നിയോഗമുണ്ടായിരിക്കണം. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. നിന്റെ വീടാന്തലും സഭയാന്തലും നാടാന്തലും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്താൽ നീ നടത്തപ്പെട്ടാൽ, ആത്മനിയോഗത്താൽ മുൻപോട്ട് പോയാൽ ഒരു ദോഷവും നിനക്ക് വരികയില്ല, ഒരു അനർത്ഥവും നിന്റെ ഭവനത്തിൽ വരികയില്ല. നിന്നെ ഭദ്രമായി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്താ ഈ പ്രശ്നങ്ങളെല്ലാം വരാൻ കാര്യം? വിളിയില്ലാത്തവൻ കയറുന്നു. വിളിയില്ലാത്തവൻ ഇത് ലീഡ് ചെയ്യുന്നേ, അതാ പ്രശ്നം. സ്തോത്രം, സ്തോത്രം. ദൈവം വിളിച്ചവൻ വേണം ലീഡ് ചെയ്യാൻ. തേജോമയനായ ദൈവത്തെ കണ്ടവൻ വേണം നിയന്ത്രിക്കാൻ. ദൈവാത്മാവിൽ നിറയുന്നവൻ വേണം ഇത് നടത്തിപ്പുകാരൻ. ഇതാ വല്യപ്പൻ എൻ്റെ മോനെ ദൈവം വിളിച്ചെന്ന് പറഞ്ഞ് പുള്ളി കയറി കസറുക, അങ്ങനല്ലേ? ഇപ്പൊ ഒരു സ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും പിള്ളേരും അവരാണല്ലോ നിയന്ത്രിക്കുന്നതും. ആ ദൈവം വിളിച്ചൊന്നുമല്ല. കൊച്ചുങ്ങളെ ആരാ ദൈവം വിളിച്ചേ? കൊച്ചുങ്ങൾ ചുമ്മാ കുണ്ടുമണിയായിട്ട് കയറി. അല്ല, നിങ്ങൾക്ക് എന്നെ പറ്റി? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനിപ്പം ഉച്ചയ്ക്ക് അങ്ങ് പോയേക്കാം. സ്തോത്രം. ഇത് പെമ്പളയും പിള്ളേരും അനിയനും ചേട്ടനും ശിങ്കിടികളും കൂടെ നടത്തേണ്ടതല്ല സഭ. അല്ലെന്ന് മനസ്സിലാകുന്നുണ്ടാവല്ലോ. ചേട്ടനും അനിയനും ഉപ്പാപ്പനും കൊച്ചപ്പനും അപ്പാപ്പിയും ഉപ്പാപ്പിയും കൂടെ നടത്തേണ്ടതല്ല സഭ. ഇത് ദൈവ തേജസ് കണ്ടവൻ, ദൈവത്തെ കണ്ടവൻ, തേജോമയനായ ദൈവത്തെ കണ്ടവൻ, ദൈവ നടത്തിപ്പ് പ്രാപിച്ചവൻ, ദൈവാത്മാവുള്ളവൻ പ്രാർത്ഥിച്ച് ദൈവാത്മ നിയോഗത്തോടെ നടത്തണം. സ്തോത്രം. എന്നെ ഒരു അരമണിക്കൂർ കൂടെ എടുക്കാവോ? എന്തേലും പറ. പണ്ടൊരു തള്ള പറഞ്ഞ പോലെ, ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ, ദൈവദാസൻ പറഞ്ഞത് ഒരു 1.5-1.25 വരെ പോട്ടെന്നാ. ഈ ഇരിപ്പാണെങ്കിൽ 1.25 വരെ പോകാൻ സാധ്യത കുറവാ. ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലായിരിക്കണം ഓരോ ശുശ്രൂഷകളും, ഓരോ യോഗങ്ങളും, ഓരോ കാര്യങ്ങളും. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലെത്തിക്കും, എങ്കിലും എൻ്റെ വലങ്കയ്ക്ക് നീ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നിയോഗം വേണം. അപ്പൊ ഈ യാത്രയുടെ കൺട്രോൾ മുഴുവൻ തേരക. അതുകൊണ്ടാ ഹാരാനി വന്നപ്പം തേരക അങ്ങ് മരിച്ചു. 205 സംവത്സരം തേരക മരിച്ച ഉടനെ ഉൽപ്പത്തി 12 ദൈവം പറഞ്ഞ അവറാച്ച വിട്, ദേശവും ചാർച്ചയും പിതൃഭവനും വിട്. അങ്ങനെ അബ്രഹാമിന് കുറച്ചുകൂടെ, എൻ്റെ ഭാഷ പറഞ്ഞ ബോധോദയമുണ്ട്. എന്നിട്ടും ചാർച്ചക്കാരെ വിട്ടില്ല. പിന്നെ ലോത്ത്
കൂടെ നിൽക്കുക. ഹാരാനിത് പോന്നപ്പോൾ രണ്ട് കാര്യം വിട്ട്, പിതൃഭവനവും വിട്ട് ദേശവും വിട്ട്. ചാർച്ച ഇട്ടിട്ടില്ല. ചാർച്ചക്കാരുടെ പ്രതിനിധിയായിട്ട് ലോത്ത് പിന്നെ എന്ത് വൈതരണി വന്ന് ഓർത്തോണം. ഇടയ്ക്ക് പ്രശ്നമുണ്ടായി, ഇടയന്മാർ തമ്മിൽ ശണ്ടയുണ്ടായി. സെൻറ്ററിൻ്റെ പേര് പറഞ്ഞു, ഏരിയയുടെ പേര് പറഞ്ഞു. സ്തോത്ര കേക്കറോണ്ട് ഇപ്പറ സെൻറ്റർ, അപ്പറ വേറൊരു സെൻറ്റർ. ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് കയറരുത്, ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് കയറരുത്, ഇത് ഞങ്ങളുടേതാണ്. ആടിന് സെൻറ്റർ വല്ലതും വിഷയമാണ്. ആടിൻ്റെ ഒരു പ്രകൃതി, നല്ല കൊന്നയില കണ്ട സെൻറ്റർ നോക്കുകയല്ല, ആട് കയറി കടിക്കും. തൊട്ടാവാടി നല്ലതാട്, അതായത് ഏത് സെൻറ്ററിനെ ഞാൻ ചോദിച്ചാൽ ഒരാടും തിന്നുകയല്ല. ആട് തൊട്ടാവാടി കണ്ട അത് സൂക്ഷം തിന്നിരിക്കും. ഒടിവേലിയ നല്ല ചീമക്കൊന്നയും ഒതളത്തിൻ്റെ എല്ലാം നിന്ന് ആട് സെൻറ്റർ തൊപ്പിയാന്നോ കടിക്കുന്നത്? അത് രണ്ട് കാലം നിന്ന് എത്തി കുത്തി കടിക്കും. സ്തോത്രം. നീ ഇങ്ങനെ ബോർഡുമായിട്ട് അതിലെ ആട്ടെ, ഞാൻ ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല, എടുത്ത വിഷയത്തോട് വരണമല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് നിൽക്കും. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാ ഈ ജനത, ഈ ജാതി, ഈ വംശം ഉടലെടുക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് വിളികേട്ടിറങ്ങി. അബ്രഹാം എന്ന് ഇസഹാക്ക്, ഇസഹാക്ക് എന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് ഗോത്ര പിതാക്കന്മാർ 12 പേര്. ഇവര് യോസെഫിന്റെ കാലത്ത് മിസ്രൈമിലെത്തി. ഏതാണ്ട് 70 പേര് വന്നെന്ന ഉൽപ്പത്തി 46-ന്റെ 27, പുറപ്പാട് 1-ന്റെ 5, ആവർത്തന പുസ്തകം 10-ന്റെ 22. 3 വാക്യം ക്രമത്താലെ വായിച്ചാട്ടെ. ഉൽപ്പത്തി 46, 27, പുറപ്പാട് 1, 5, ആവർത്തനം 10, 22. ഉറക്ക ക്രമത്തിൽ. താളമറിയുന്ന ശബ്ദമേ കേൾക്കുന്നുള്ള, ആരും വായിക്കുന്നില്ല. യോസേഫിൽ മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ. 70 പേര്. പുറപ്പാട് 1-ന്റെ 5. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികൾ എല്ലാം കൂടെ 70 പേർ. 70. ആവർത്തനം 10, 22. നിന്റെ പിതാക്കന്മാർ 70 ദേഹികൾ. ശ്രദ്ധിച്ചേ, ഈ 3 വാക്യത്തിൽ 70 പേരെന്നാ. എന്നാൽ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേരെന്നുണ്ട്. 7-14. സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 എന്നാ. 7-14. സ്തേഫാനോസിന്റെ പ്രസംഗം എവിടാന്ന് തപ്പിയെടുക്ക്, പറയുന്നില്ല. പാസ് പെട്ടെന്ന് വായിച്ചു. പാസ് വന്നത് ഗുണമായി, അല്ലെ പെണ്ണുങ്ങൾ കിടന്ന് കുഴഞ്ഞാനും. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിലല്ലയോ സ്തേഫാനോസിനെ തപ്പുക. ഉൽപ്പത്തി 7-ല് ആയുസ് മുഴുവൻ തപ്പിയാ കിട്ടുകയല്ല സ്തേഫാനോസിന്. ഒന്നുകൂടെ വായിച്ച ദൈവദാസനെ. യോസേഫ് തന്റെ പിതാവായ യാക്കോബിനെയും അടുത്തത് അവരാകെ 75 പേര്. കണ്ടോ, ഉൽപ്പത്തി 46-ന്റെ 27, പുറപ്പാട് 1-ന്റെ 5, ആവർത്തനം 10-ന്റെ 22 70 പേര് വന്നെന്ന. എന്നാൽ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് വന്നെന്ന. അതിനെപ്പറ്റി പറയുന്നത് 1 യാക്കോബ് 5 പേരിൽ, 1 യാക്കോബ്, 2 യോസെഫ്, 3 യോസെഫിന്റെ ഭാര്യ ആസനത്ത്, 4 യോസെഫിന്റെ മൂത്ത മകൻ മനേഷെ, 5 യോസെഫിന്റെ ഇളയ മകൻ എബ്രയീം. അപ്പൊ യോസെഫ്, ഭാര്യ, യാക്കോബ്, മനേഷെ, എബ്രയീം, ഈ 5 പേരെയും കൂടെ ചേർത്താണ് 75 സ്തേഫാനോസ് തെളിയിച്ചെന്ന്. അങ്ങനെ ചില വാക്യങ്ങൾ വേറെ പുസ്തകത്തിലുണ്ട്. അത് സൂക്ഷ്മമായി പഠിച്ചെങ്കിലേ മനസ്സിലാകും. ഇല്ലെങ്കിൽ നമ്മൾ പറയും ബൈബിളിനകത്തൊക്കെ തെറ്റുണ്ടെന്നേ. അങ്ങനെയൊക്കെ നമ്മൾ പറയും. അതുപോലൊരു സംഭവമാണ് അപ്പോസ്തല കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ സംഹാരബാധയിൽ നശിച്ചു പോയവരുടെ കണക്ക് 23,000 വന്ന. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ന്റെ 8 അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണത് പോയത്. 23,000 പേര് വീണെന്നാ. എന്നാൽ ഈ സംഭവത്തെ പറ്റി സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ 24,000 പേര് മട്ടെന്നാ. അങ്ങനല്ലേ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യമാണ് തോന്നുന്നു. നിങ്ങൾ അവിടെ 24,000 എന്നൊരു കണക്കുണ്ട്. എടുത്തവരും എന്നാൽ മോശെയും
സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ അല്ലല്ല, അത് കരഞ്ഞ് അവര് സംഭവമൊക്കെ പറഞ്ഞ കണക്കൊന്ന് വായിച്ചാ മതി. അതെത്രാം വാക്യാ മോളെ? 9-ാം വാക്യം വായിച്ചേ. ലേഖനത്തിൽ എത്രയാ പറഞ്ഞേക്കുന്നത്? 23. സംഖ്യ 25 24,000 പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം കൊരിന്ത്യലേഖനം എഴുതിയപ്പോൾ എത്രയായി? 23. അതിനങ്ങനെ വന്നേ? ഇത്രയും വർഷമല്ലേ, ചിലപ്പോൾ എണ്ണുമ്പോൾ തെറ്റുമായിരിക്കും. എത്ര വർഷം കഴിഞ്ഞാ പൗലോസ് എണ്ണിയത്? പിന്നെ പുള്ളിക്ക് പ്രായത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ ബാധ കൊണ്ട് മരിച്ചു പോയവരുടെ കണക്ക് എത്രയാ കൊടുത്തേക്കുന്നത്? 24,000. ഈ വിഷയം പൗലോസ് കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയപ്പോൾ എത്രയാ? 23,000. 1000ന്റെ കുറവ് വന്നു. അതിനങ്ങനെ രക്ഷപ്പെട്ട് കാണുമെന്ന് ഏലിയ കൂടെ മുന്നിരുന്ന് ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞേക്കരുത്. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ 24,000 പേരെന്നാ. ഈ വിഷയം പൗലോസ് വർഷങ്ങൾക്ക് ശേഷം ലേഖനം എഴുതിയപ്പോൾ എത്രയാ കണക്ക് പറഞ്ഞേ? 23,000. അതിനെ അങ്ങനെ വന്നെന്നായി ചോദിച്ചേ. മാസ്റ്റർ, ഇങ്ങനെ ഒത്തിരി തെറ്റുകൾ ബൈബിളിലുണ്ട് മാസ്റ്ററെ. അതാണോ? നിങ്ങളത് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ മനസ്സിലാകും. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലെ സംഭവം പറയുകയാ. ഇസ്രായേൽ മക്കൾ ശിത്തീമിൽ പാർക്കുമ്പോൾ മോവാബ്യ സ്ത്രീകളുമായിട്ട് ഇവർ പരസംഗം ചെയ്തു. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. ഇവർ ചെന്നു, കഴിച്ചു, വണങ്ങി. നല്ല കക്ഷികളാ. ഇവര് അന്യജാതികളുമായി ഇടപെട്ട് അവരുടെ ആചാരത്തിനും അനുഷ്ഠാനത്തിനൊക്കെ ഇവരും പോയി. ഇപ്പോഴും നമ്മുടെ ഇടയിലും പോകുന്ന ആൾക്കാരുണ്ടല്ലോ. 40-ന് നെയ്യപ്പം ഉണ്ടാക്കാൻ കൂടുന്ന ആൾക്കാരുണ്ട്. അമ്മാമ്മ നെയ്യപ്പം ചൂടുന്ന നല്ലത് മയമുണ്ട്. അമ്മാമ്മയെ ഉടനെ ഇളകി അവിടെ പോയിരുന്ന നെയ്യപ്പം ചുട്ടു കൊടുക്കുക. ഏതാ അടിയന്തരത്തിന് ഉടനെ പറയാം ഞാനൊന്നും കഴിക്കത്തില്ല. പിന്നെ അവർ വിളിച്ചപ്പം ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ കല്യാണത്തിനൊക്കെ അവരൊന്ന് ഒത്തിരി ചിറമിച്ച് വെച്ച് പോയതാ. മോശമില്ലയോ? പിന്നെ ഞാൻ പോന്നപ്പം അവിടുത്തെ തള്ള ഒരു 3-4 നെയ്യപ്പം കൂടിനകത്ത് തന്നു വിട്ട്. ഞാൻ കഴിച്ചില്ല. കൊച്ചുങ്ങൾക്ക് ആട്ടെ, കൊച്ചുങ്ങളും അത് മുറിച്ച് തിന്നു. നല്ല കാര്യം. ചടങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. 28 കെട്ടിന് പോകുന്ന ബന്ധുക്കോസുകാരുണ്ട്. ചരട് മേടിച്ചോണ്ട് പോവുക. അപ്പൊ അവിടെ കൂടിയവരെല്ലാം നോക്കിയപ്പോൾ ബന്ധുക്കോസുകാരിയാന്ന് തോന്നുന്നു. അവര് നാളെ പറയും ബന്ധുക്കോസുകാരുമൊക്കെ ഇത് ചെയ്യുവന്നേ. പിന്നെ എൻ്റെ അനിയത്തിയുടെ മോടെ കല്യാണത്തിന് ബന്ധുക്കോസുകാരിയാ ചരടുമായിട്ട് കൊച്ചിൻ്റെ കാൽ രണ്ടും അവളാ പൊക്കി കൊടുത്തത്. മറ്റവൾ ഉടനെ പൊടിക്കുഞ്ഞിൻ്റെ കാലവള് 2 കാലൂടി ഇങ്ങനെ ഉയർത്തി കൊടുത്തപ്പം മറ്റവള് ബന്ധുക്കോസ. എന്നെ താടിക്ക് കയ്യും കൊടുത്തൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നേ കാര്യമായി പറയാന്നേ. അമ്മാമ്മ പോയി കാണുകയല്ലായിരിക്കും. പോയ അമ്മാമ്മമാര് ചിലപ്പോൾ ഇതിനകത്ത് കാണാൻ സാധ്യത. അതോ അമ്മാമ്മ പോയിട്ടുണ്ടോ? സത്യം പറ, എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ചുമ്മാതല്ല ഒരു മനപ്രയാസം വന്ന്. ഇനിയും പോകരുത് കേട്ടോ, ഇനിയും പോകരുത്. പോയത് പോട്ടെ, പോരടി ബാപ്പി എന്ന് പറഞ്ഞ പോലെ പോയത് പോയി. ഇനിയൊന്നും വേണ്ട. അതൊക്കെ അറിയായ്മയുടെ കാലത്താ. ഞാൻ പാടില്ല. അപ്പോൾ ഇവര് ജനത്തിന്റെ അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. അച്ഛാ അതിനെത്തി നോക്കുന്ന ആരാന്ന്? അമ്മാമയാണേ. സ്തോത്രം. ഞാൻ കണ്ടെത്തി നോക്കുന്നത് ആരാന്ന് പുള്ളിക്ക് ഇത്ര ദൂരം ഇരുന്നുകൊണ്ട് പിടി കിട്ടിയില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവര് ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി അവൻ പ്രമാണം വിട്ടുള്ള ഇടപാടാ. അവരുടെ വിഗ്രഹത്തെ സേവിക്കാൻ ഇവരെ വിളിച്ചു, ചടങ്ങുകൾക്ക് വിളിച്ചു. വായിച്ചേ മോളെ, എടുത്തവര് വായിച്ചേ. സംഖ്യ 25:1 മുതൽ വായിര്. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്. അല്ല, നമ്മുടെ യോഗത്തിന് ഇപ്പം വേർപാട് ഉപദേശം കൂടെ ചെല്ലട്ടെ. എന്നും കടന്നിങ്ങനെ തുള്ളുകല്ലേ, അറകല തുള്ളും പോലെ ഇങ്ങനെ തുള്ളി വെച്ച് പോവല്ലേ. ഇന്ന് മര്യാദയ്ക്ക് ഇരുന്ന് ഉപദേശങ്ങൾ കേട്ട് വെച്ച് പോകും. ഇസ്രായേൽ മക്കളെ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായി വഴിവിട്ടിടപെട്ടെന്ന ആ വാക്യത്തിന്റെ അർത്ഥം അടുത്ത വാക്യം. അവർ ജനത്തെ
തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും മോവാബ്യര് ഈ ഇസ്രായേൽ മക്കളെ അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും എങ്ങനെയുണ്ട്? ബലികൾക്ക് വിളിച്ചു. അമ്മാമ്മ വരണമെന്ന് കുടുംബമായിട്ട് എന്നാ നോക്കിയിരിക്കുക ചെല്ലാൻ വിളിച്ചു ദേവന്മാരുടെ ബലികൾക്ക്. അടുത്തത് ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. അവിടെ ചെന്ന് വൃത്തിയായിട്ട് കഴിച്ചു. 28 കെട്ടിനും പോയി കഴിച്ചു, മാമോദിസായ്ക്കും പോയി കഴിച്ചു, ആണ്ടിയാത്തത്തിനും പോയി കഴിച്ചു, അടിയന്തരത്തിനും പോയി കഴിച്ചു, ഉള്ള ചടങ്ങിന് മുഴുവൻ പോയി നല്ല പെരുക്കി. കുറച്ച് ബെറ്റിക്കോട്ട് കൂടിനകത്ത് മനസ്സിലാകുന്നുണ്ടോ? മീൻ നല്ല കറിയായിരുന്നു. ആര് വെച്ചതാന്നേലും നല്ല എരിവും പുളിയൊക്കെ ഉണ്ടായിരുന്നു. എവിടത്തെയാ? അടിയന്തരത്തിന്. നല്ല അമ്മാമ്മ കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് കൊണ്ടുവന്നു. ഞങ്ങളുടെ അച്ചായന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞു ഇച്ചിരിയും കൂടെ കിട്ടിയാ നല്ല പെരുക്ക് അടിയന്തരത്തിന്. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ ഞാൻ കണ്ട് ഏതാന്ന് പുള്ളിക്കാരോട് എനിക്കറിയാൻ മേലെന്ന് രണ്ടുപേരും വന്ന് കുത്തിയിരിക്കുക. ആട്ടെ, ഏതായാലും എല്ലാം നല്ല ടൈപ്പാ. ദൈവത്തിന്റെ മഹത്വം. ഇവര് ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. ഇവര് പോയി ഭക്ഷിച്ചു. അങ്ങനല്ലയോ സഹോദരി? അയ്യോ, ഇവര് അവിടെ എന്തെല്ലാം ഉണ്ടാക്കി അത് മുഴുവൻ ഇവര് ഭക്ഷിച്ചു. അവലുണ്ടായിരുന്നു, മലരുണ്ടായിരുന്നു, ശർക്കര ഉണ്ടായിരുന്നു, പാൽപായസം ഉണ്ടായിരുന്നു. നല്ല ഭേഷായിട്ട് അങ്ങ് പെരുക്കി കൊച്ചുങ്ങൾക്കും കൊണ്ട് കൊടുത്തു. ഇന്ന് അത്താഴം വെക്കണ്ടല്ലോ, വീണണം വിഷ്ണു ലോകം. അവിടെ നിന്ന് കൊണ്ടുവരുമ്പോ ഇന്ന് കിടന്ന് ചിറമിക്കണ്ടല്ലോ വീട്ടിലെ 2 ദിവസത്തേക്ക്. നല്ല കണക്കിന് കൊണ്ടുവന്ന് ചോറ്റുപാത്രത്തിനകത്ത് എല്ലാം കൂടെ ഒരു വലിയ കൊട്ടക്കകത്ത് ഒരു കാര്യം ചോറിനകത്തോട്ട് കുഴിച്ചു വെക്ക പാത്രം. അന്നേരം തുളുമ്പി പോവുകയല്ലോ കാളനെ. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് 2 ദിവസത്തേക്ക് ഇവിടെ നിന്നും വെക്കുകയും വേണ്ട, കൊച്ചുങ്ങൾക്കും എല്ലാം ചൂടാക്കി 1:30 വരെ പോകുകയല്ല. നീ വേർപാട് പാലിക്കണം. എന്തിക്കോസാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കർക്കശമായ വേർപാട് പാലിക്കണം. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, അവർ ചിത്താന്തമുള്ളവർ. അവർ പറയും എനിക്ക് അത് വേണം ഇത് വേണം. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. മോളെ, നമ്മൾ ദൈവമക്കളാ, നാം പെന്തിക്കോസുകാരാ, നാം വേർപെട്ട ദൈവമക്കളാ, നമുക്കിത് പാടില്ല, നമുക്ക് പ്രമാണമുണ്ട്. പുസ്തകത്തിൽ നിന്ന് വാക്യം സഹിതം എടുത്തു കൊടുക്കണം. വർജിക്കേണ്ടതൊക്കെ വർജിക്കണം. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പദം ഇങ്ങനെ: ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന്. അങ്ങനെ വായിച്ചേ, 15:29 അപ്പോസ്തല പ്രവൃത്തി. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നല്ലതാ, ശുഭമായിട്ടിരിക്കണം. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന്. എന്നതാ? 28-ാം വാക്യം വായിച്ചേ, എന്നതാന്ന്? വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം, ഇതൊക്കെ വർജിക്കണം. ആവശ്യം എന്നല്ലാതെ ഇതൊക്കെ വർജിക്കണമെന്ന്. പരസംഗം അത് വർജിക്കണം. അതാ സംഖ്യ 25 ഒന്ന് വായിച്ചേ. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായി പരസംഗം ചെയ്തു. പരസംഗം ഇത് വർജിച്ചിരിക്കണം. കർക്കശമായ ഉപദേശമായി ഇത് വർജിക്കണം. നീ വേർപാട് പാലിക്കണം. 28 കെട്ടിനൊന്നും പോകരുത്, മാമോദിസായ്ക്കൊന്നും പോകരുത്, ആണ്ടിയാത്തത്തിന് പോകരുത്, മരണ വീട്ടിൽ പൊക്കോണം, അവരുടെ ദുഃഖത്തിൽ പോയി പങ്കുചേരണം.
ആശ്വസിപ്പിക്കണം, എന്തെങ്കിലും സഹായം ചെയ്യാൻ ഒക്കണം. അത് കഴിഞ്ഞുള്ള ചടങ്ങിന് നീ അവിടെ പോയി എത്തി നോക്കിയൊന്നും നിൽക്കരുതെന്ന്. അവർ ചിലപ്പോൾ 16 അടിയന്തരം നടത്തും. ചാവിനെ പിടിച്ചു കെട്ടുക എന്ന് പറയും. അല്ല, ഇതിലെല്ലാം അലഞ്ഞു കിടക്കുകയാണ്. പിന്നെ അള്ള എന്നേ ഇവിടുന്ന് പോകാൻ ഉന്നം വെച്ചിരുന്നതാ. കഞ്ഞിയും വെള്ളം കൊടുക്കാതെ അള്ള കിടപ്പിക്കണം. എൻ്റെ എന്നെ എത്രയും പെട്ടെന്ന് അങ്ങ് എടുക്കണേ. അള്ള വല്ല ചാതി എങ്ങനെയും ഇവിടുന്ന്. അന്നേരം കൊച്ചുങ്ങൾ പറയാം, അമ്മച്ചി ഇപ്പോഴും ഉണ്ടെന്ന്. അവിടെ അനങ്ങുന്ന കണ്ടായിരുന്നു, അമ്മച്ചിയാ. അല്ലെങ്കിൽ അമ്മച്ചി സന്ധ്യ ആകുമ്പോൾ അതിലേ കൂടെ ഒരു നടത്തം. ഉടനെ മരുമകൾ, ഞാൻ കേട്ടച്ചാ കാൽപെരുമാറ്റം, ഞാൻ കേട്ടതാ, ചരല് ചെറുതായിട്ട്. പിന്നെ അപ്പച്ചൻ വന്നത്, അപ്പച്ചനെ കാലിങ്ങനെ അടിക്കുന്ന ശബ്ദം ഞാൻ. നിനക്കെല്ലാം ഭൂതവാ. ഭൂതം എന്നുള്ളതല്ല, ഞാൻ പഴയ ഭാഷ പറയാം, നല്ല മുതുഭൂതവാ. ഇതിലും കുറച്ചെങ്ങനെ ഞാൻ ഇനി പറയാനൊക്കെ എനിക്കറിയാം. ഈ ആവശ്യമില്ലാത്തൊരു ചടങ്ങിന് പോകരുതെന്നായി പറഞ്ഞ വേർപാട് പാലിക്കണം. കൊച്ചുങ്ങളെ വിടുകയും ചെയ്യരുത്, പിള്ളേരെ ഒരുക്കി വിട്ടേക്കരുത്. അച്ഛങ്ങളെ നിങ്ങൾ രണ്ടും പോയിച്ചോ. അവർ ചോദിക്കാന്നെ അമ്മ പ്രാർത്ഥനയ്ക്ക് പോയെന്ന്. പിള്ളേരെ വിടരുത്. കോഴിക്കും കുഴവിക്കും ഇടുന്നതാ ശീലം. കർക്കശമായ വേർപാടിൽ വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. കുഞ്ഞുങ്ങൾക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കണം, പ്രമാണം പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. അപ്പൊ വർജിക്കേണ്ടതിനെയൊക്കെ ദൈവമക്കൾ വർജിക്കണം, വേർപാട് പാലിക്കണം. സ്തോത്രം. കർക്കശമായ വേർപാട് പാലിക്കണം. ഇപ്പം സഭയ്ക്കകത്താണെങ്കിലും അങ്ങനെ വേർപാട് ഉപദേശം അധികം പറയുന്നുമില്ല, പറയാൻ ഒക്കത്തുമില്ല. തന്നെയല്ല, പറഞ്ഞാൽ ആൾക്കാർക്ക് വലിയ ഇപ്പൊ തന്നെ മുഖമെല്ലാം വല്ലാതെ വല്ലച്ചാതി ഇവിടെ നിന്ന് പോയാൽ കൊള്ളാന്ന് ഓർത്തായിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എഴുന്നേറ്റ് പോകാത്തതിനാന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തയുണ്ട്, അയാൾ ബോധമുള്ളവനല്ല, എഴുന്നേറ്റെങ്ങാനും അയാൾ വല്ലതും വിളിച്ചു പറഞ്ഞെങ്കിൽ പിന്നെ അതും നാണക്കട. യാതൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനാ വന്നേക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞില്ല, പൊന്നു തളെ ഒന്നും അനങ്ങാതെ അവിടെ ഇരുന്നാണ്. അയാൾ ബോധമൊന്നും ഉള്ളവനല്ല, എഴുന്നേറ്റ് പോയ അയാൾ വല്ലതും വിളിച്ചു പറയും. ഒന്നാമത് നാണക്കേടാ. അതോർത്ത് നിങ്ങൾ ഇരിക്കുക എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലെ നിങ്ങൾ 12:30 പോകേണ്ട കക്ഷികളാ. സ്തോത്രം. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. സ്തോത്രം. അത് കർക്കശമായി പാലിക്കണം. നാം ലോകക്കാരെ പോലല്ല, നാം വേർപെട്ട ദൈവമക്കളാ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് കർക്കശമായി പാലിക്കണം. ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ, ദൈവത്തിന് മഹത്വം. അങ്ങനെ അബ്രഹാമിൽ നിന്ന് സന്തതി പരമ്പരകള്, ഇസഹാക്ക്, യാക്കോബിന്റെ മക്കള്, ഇവർ യോസേപ്പിന്റെ കാലത്ത് മിസ്രൈമിലെത്തി. 70 ദേഹികൾ. ഒടുവിൽ സ്തോത്രം ഇവർ 75 സ്തേഫാനോസ് തെളിയിച്ചു. ഞാൻ എടുത്ത ഭാഗത്ത് ആ കാര്യം പറഞ്ഞു വിടാം. സംഖ്യാപുസ്തകം 25-ൽ 24,000 പേര് പട്ടെന്ന അല്ലേ, 24,000. ഈ വിഷയം പൗലോസ് കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 10:9 വന്നപ്പോൾ 23,000. അപ്പൊ അവിടെ 24,000 പറഞ്ഞ ഇവിടെ വന്നപ്പം 23,000. ആ തർക്കം വരും, ചിന്താഭാരം വരും, ആശയപ്പശക് വരും. അപ്പൊ ചെല്ലി പറയാം, ആ ബൈബിളിനകത്തും ഒക്കെ പെശകുണ്ടെന്ന് നമ്മൾ പിന്നെ മിണ്ടായിരിക്കുന്നേ. ഒരു തെറ്റുമില്ല. നിങ്ങളത് സൂക്ഷിച്ച് പഠിച്ചാൽ ക്ലിയർ ആകും. ആ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 9 ഒന്നുകൂടെ വായിച്ചേ. അവരിൽ ചിലർ പരീക്ഷിച്ച സർപ്പങ്ങളാൽ അവരെ ചിലർ പ്രസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ. ഇപ്പൊ ക്ലിയർ ആയല്ലോ. എങ്ങനെ ക്ലിയർ ആയി? സംഖ്യാപുസ്തകത്തിൽ എത്രയാ പറഞ്ഞിരുന്നത്? 24,000. ഇവിടെ എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ക്ലിയർ ആയോ? 23,000 എങ്ങനെയാന്നുള്ളത്? അതാ കറക്റ്റ്. പേരെന്തുവാ? എന്തോ ചെയ്യുന്നു? ശുശ്രൂഷയല്ല. എവിടെ? ആയൂര്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സഹോദരി ദൈവദാസി കറക്റ്റ് പറഞ്ഞു. അവിടെ സൂക്ഷ്മമായി പഠിച്ചാൽ ഈ വിഷയം സംഖ്യാപുസ്തകം 25-ൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഈ പരസംഗം ചെയ്ത് ശിത്തീമിൽ പാർത്ത കാലത്ത് മോവാബിനുമായിട്ട് ഇടപെട്ട് വിഷയത്തിൽ പരസംഗത്താൽ മൊത്തം നശിച്ച ആൾക്കാരായി 24,000. ടോട്ടലാ പറഞ്ഞേക്കുന്നത് 24,000. പൗലോസ് ടോട്ടൽ കണക്കല്ല പറഞ്ഞേക്കുന്നത്, ഒരു ദിവസം പട്ടുപോയതായി 23,000. അങ്ങനെ അവിടെ ഒന്നുകൂടെ വായിച്ച ആ വാക്യം. അവരെ
ചിലർ ആ. പ്രസംഗം ചെയ്ത് ആ. ഒരു ദിവസത്തിൽ ഒരു ദിവസത്തിൽ 30,000 പേർ. അപ്പോൾ പല ദിവസങ്ങളായിട്ടാണ് ഇത് മരിച്ചത്. മൊത്തമുള്ള കണക്കായി 24,000. എന്നാൽ ഈ വിഷയത്തിൽ ഒരു ദിവസത്തിൽ 23,000 പാട്ട്. ബാക്കി 1000 എണ്ണം വേറെ ദിവസങ്ങളിലൂടെ ചേർത്തായാത്തത്. അപ്പൊ ഇങ്ങനെ വേദപുസ്തകത്തിൽ ചില കാര്യങ്ങളുണ്ട്, അത് സൂക്ഷ്മമായി പഠിച്ചോണം. എന്ന് പറഞ്ഞതുപോലെ മറ്റ് 3 വാക്യത്തിൽ 70 പേരും ഇവിടെ 75. ദൈവത്തിന്റെ മഹത്വം. യോസേപ്പിന്റെ കാലത്ത് ഇവർ മിസ്രൈമിലെത്തി. ദൈവം തന്റെ ജനത്തെ വർദ്ധിപ്പിച്ചു. ഒടുവിൽ ഇവരെ മിസ്രൈമിന് ദൈവം പുറപ്പെടുവിച്ചു. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. മിസ്രൈമിന് പുറപ്പെടുവിച്ചു. കുഞ്ഞാടിനെ അണത്ത് ചോരത്തളി ആചരിച്ചു. ഇവരെ ദൈവം മിസ്രൈമിൽ നിന്ന് ഇറക്കി. അങ്ങനെ യാത്ര ചെയ്തവർ വന്ന് മുൻപിൽ ചെങ്കടൽ, ഇരുവശവും പർവ്വതം, പുറകിൽ വലിയ ശബ്ദം. ഇസ്രായേൽ തല പൊക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം വരുന്നു. ഫറവോന്റെ രഥത്തിന്റെ കൊടിക്കൂറ കണ്ട് ഇസ്രായേൽ പേടിച്ച് പരിഭ്രമിച്ചു. ഈ പേടിച്ച് ഇവര് ആവശ്യമില്ലാത്ത വർത്താനമൊക്കെ പറഞ്ഞു. അവിടെ ചവക്കോട്ടയില്ലായിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവിടെ ആയിരുന്നേ ചാകായിരുന്നു, ചത്താൻ നല്ല അടക്കം കിട്ടിയ നല്ല സെമിത്തേരി, നല്ല കേമപ്പെട്ട അടക്കം. ഏതായാലും ചാകുമെന്നുള്ളത് ഉറപ്പാ. അതിവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു നല്ല കുഴി പോലും വെട്ടാനൊക്കത്തില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനം പറയുക. മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം മോശയോട് പറഞ്ഞ് ഈ ഗുണം പിടിക്കാത്തവനൊക്കെ മിണ്ടാതിരിക്കാൻ പറ. വിശ്വാസവും പ്രത്യാശയില്ലാത്തവൻ അധികം മിണ്ടാതിരിക്കുന്നതാ നല്ലത്. വിശ്വാസവും പ്രത്യാശയില്ലാത്തവൻ ഞായറാഴ്ച സാക്ഷിക്ക് എഴുന്നേക്കരുത്. ഞാൻ മൂലയിലെങ്ങാനും പമ്മിയിരുന്നോണം. നിനക്കൊരു വിശ്വാസവും ഇല്ല, പ്രത്യാശയില്ല, പിന്നെ ചുമ്മാ ആള് കളിക്കാൻ ദൈവം നല്ലവനായിരുന്നു ഹല്ലേലൂയ ചുമ്മാ എന്ന് കറങ്ങരുത്. നീ എടുത്ത കൃപയുള്ളവന്റെ കൃപയും കൂടെ ക്ഷീണം വരും. ദൈവത്തെ ഓർത്ത് നിന്റെ പൊന്നും കൊടുത്ത നാവെടുത്ത് മിണ്ടായിരിക്കുന്നതാ നല്ലത്. ദൈവം തമ്പുരാൻ അതുകൊണ്ട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ കയ്യിലുള്ള വടി നീ ചെങ്കടലിന്മേൽ നീട്ടണം. മോശ വടിയെടുത്ത് ചെങ്കടലിന്മേൽ നീട്ടി. മുൻപിൽ ചെങ്കടൽ വായും പിളർന്ന് നിൽക്കുക, ഇസ്രായേൽ മക്കളെ വിടുങ്ങാൻ. പുറകെ ഫറവോന്റെ സൈന്യം വരികയാ, ഇവരെ തകർത്ത് കളയാൻ. യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനൊരു യഹോവ മിസ്രയീം കടലിന്റെ നാവിന് പ്രഭാവമാ നാവ്. അങ്ങനെ പഠിക്കുമ്പോൾ കടൽ ഇങ്ങനെ നിൽക്കുക, ഇവരെ വിഴുങ്ങാൻ. ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ ഓരോന്നിനും ഓരോ ദൈവങ്ങളാ. അഗ്നിക്കൊരു ദൈവമുണ്ട് അനലൻ, വായുവിനൊരു ദൈവമുണ്ട് വായു ഭഗവാൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനൊരു ദൈവമുണ്ട്, അതാണ് ഈ വരുണൻ. സ്കൂളിലൊക്കെ പഠിച്ചതാ വരുണൻ, വരുണ ഭഗവാൻ എന്നൊക്കെ ചിലർ പറയും. അപ്പൊ ആ നിലയിൽ ചിന്തിച്ചാൽ എൻ്റെ ചിന്ത, വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പ്രയോഗമുണ്ട്, അനന്തരം ജലാധിപതിയായ ഒരു ദൂതനെ കാണുന്ന. അപ്പൊ ഇതിനൊരു അധിപതിയുണ്ട്. ഈ ശക്തി വായും പിളർന്നിങ്ങനെ നിൽക്കുക. എന്തിന്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ വിഴുങ്ങിക്കളയാൻ. അപ്പൊ ചെങ്കടല് വായും പിളർന്നു നിൽക്കുന്നു. ശബ്ദം കേട്ട് വരും. പുറകോട്ട് നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം വരുന്നു. സെലക്ട് ചെയ്ത 600 ഇരുമ്പ് രഥങ്ങൾ, പിന്നെ വേറെ ഒത്തിരി. അവൻ പാഞ്ഞു വരിക, ചുമ്മാ വരികയല്ല, അവൻ പറഞ്ഞോണ്ടാ വരുന്നത്. എന്തുവാ 15-ന്റെ 8 വായില് പുറപ്പാട് പുസ്തകം 15-ന്റെ 9 വായിച്ചോ. എല്ലാം വായിക്കാൻ നേരമില്ല, തന്നെയല്ല വായിക്കാൻ അമാന്തം ഉണ്ടല്ലോ, എല്ലാം കൂടെ വായിപ്പിക്കുകയും വേണ്ട. 15:9 ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശയം അവരാൽ പൂർത്തീകരിക്കും, ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. അപ്പൊ ഫറവോൻ പറഞ്ഞോണ്ട് വരുന്ന ഇതാ, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശയം അവരാൽ പൂർത്തീകരിക്കും, ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പുറകെ ഇത് പറഞ്ഞുകൊണ്ട് അവൻ വരിക. അപ്പൊ ചെങ്കടല് മുൻപിൽ ഇങ്ങനെ നിൽക്കുക, വിഴുങ്ങാൻ. ചുരുക്കി പറഞ്ഞ ചെങ്കടൽ വിടുകാൻ നിൽക്കുന്നു, ഫറവോൻ പുറകെ പിടിക്കാൻ വരുന്നു. അതല്ലേ നമ്മള് പണ്ട് ഒരു പഴഞ്ചൊല്ലൊക്കെ ചെല്ല് പറയും, എൻ്റെ അമ്മാമ്മയെ ഞാൻ കുറച്ച് നാളായിട്ട് ചെകുത്താൻ്റെയും കടേ നടുക്ക. അതാ ചെകുത്താൻ പുറകെ പിടിക്കാൻ വരുന്നു, കടൽ വിഴുകാൻ നിൽക്കുന്നു. ഇവിടുന്ന് കിട്ടിയ പഴഞ്ചൊല്ല. ചെകുത്താൻ പുറകെ വരിക, ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും, ആശ പൂർത്തീകരിക്കും. ചെങ്കടൽ നിൽക്കുക വിഴുങ്ങാൻ. ഇതിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ജനമെല്ലാം കൂടെ വിഘടിച്ചു. ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞ് പേടിക്കേണ്ട, വടിയെടുത്ത് നീട്ടാൻ. മോശ വടിയെടുത്ത് ചെങ്കടലിന്മേ നീട്ടി. ചെങ്കടലിന്മേ വടിയെടുത്ത് നീട്ടി. അർദ്ധരാത്രിയിൽ ദൈവം ഒരു ഉഷ്ണക്കാറ്റടിപ്പിച്ചു. ഉഷ്ണക്കാറ്റ്, ഒരു കാറ്റടിപ്പിച്ചു. വേറെ പുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലകളെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കും. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചേർത്ത് പഠിച്ചാൽ എൻ്റെ ചിന്ത,
ചെകുത്താൻ പിടിക്കാൻ വരുന്നു, ചെങ്കടൽ വിടുങ്ങാൻ നിൽക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കുഞ്ഞാടനെ അറുത്ത് ചോരത്തളി ആചരിച്ച ദൈവമക്കൾ അതിനെ നടുക്ക പ്രതിസന്ധി. ഇവര് നടുക്ക് നിൽക്കുക. സ്വർഗത്തിൽ കൗൺസിൽ കൂടി വെച്ച് ദൈവം തമ്പുരാൻ ഒരു ദൂതനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കാരണം ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയാ. ഒരു ദൂതനെ ഇങ്ങോട്ട് വിളിച്ചു. ആ ദൂതനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, താഴോട്ട് ചെല്ലണം. എന്നിട്ടോ താഴെ ചെന്ന് ആ വാ പിളർന്ന് നിൽക്കുന്ന ചെങ്കടലുണ്ടല്ലോ, ഒറ്റ അടി കൊടുക്കാൻ പറഞ്ഞു. ഒറ്റ അടി. ദൂതന്മാരങ്ങനെ അടിച്ചാൽ നല്ല ശരിക്കും അടിക്കും. ഒറ്റയടിക്ക് കൃമിക്കരയായി. വേറൊരു ദൂതനോട് പറഞ്ഞ് അശൂർ പാളയത്തിൽ പോകാൻ. അവൻ ചെന്ന ഒറ്റയടി 1,85,000. ഈ ടൈപ്പ് സാധനങ്ങളാ സ്വർഗത്തിലുള്ളത്. ഇടയ്ക്ക് കയറി പറയാ, ഈ ടൈപ്പ് സാധനമായി എനിക്കും നിനക്കും സഹായത്തിന്. അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ലൂക്കോസിൽ വായിക്കുന്നത് ശക്തിയും ബലവുമേറിയ ദൂതന്മാർ. കർത്താവിന്റെ കർത്താനുഭവ വേളയിലൊക്കെ കർത്താവിനെ പിടിക്കുവാനും ഉപദ്രവിക്കാനും ഒക്കെ വന്നപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞ് തീർത്തേക്കേട്ടെന്ന്. കർത്താവ് പറഞ്ഞ് മിണ്ടാതിരിക്കും. ഞാൻ ഇപ്പൊ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ വിട്ടു തരികയല്ലേ. 12 ലഗ്യോൻ. ലഗ്യോൻ എന്നുള്ളതൊരു ബറ്റാലിയന്റെ കണക്ക് എത്രയാ? 6000. അപ്പം 12 ലഗ്യോനിലും അധികം. 12 എടുത്തു വെച്ചാൽ 12 6 എത്രയാ? 12 6 11 12 12 24 ചൊല്ലിക്കേ കേക്കട്ടെ. എത്രയിലാ പഠിക്കുന്നത്? 10. ചൊല്ലിക്കേ 11 12 12 24 ചൊല്ലിക്കേ 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 11 12. മലയാളത്തിൽ എനിക്കറിയില്ല. ഓക്കെ. 12 1s are 12, 12 2s are 24, 12 3s are 36, 12 4s are 48, 12 5s are 60, 12 6s are 72. യോഗത്തിന് വരണം കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ എൻ്റെ പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചാൽ 70,000 ദൂതന്മാര് കുറഞ്ഞത്. അതിലും കൂടുതൽ വരും. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചാ പോരെ? ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയാ. കോടി ദൂതരുമായി യേശുരാജൻ വരും നേരം മരിച്ചവർ ഉയർത്തിയിടും. മതി പാടി വല്ല വേണ്ട പാടി വല്ല വിലക്കോ വീണ പിന്നെ അതിന് പ്രാർത്ഥിക്കണം. ഇത്രയിലും ഒപ്പിച്ചല്ലോ 1.5. കോടി ദൂതന്മാര്. അത് ശക്തിയും ബലവുമേറിയ ദൂതന്മാർ. ഒരു ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങി 1,85,000 തകർത്തു. ഒരു ദൂതൻ. അപ്പൊ 70,000 ദൂതന്മാര് വന്നാലോ? ഇങ്ങനെയുള്ള ദൂതനെയാ എനിക്ക് നിനക്കും കാവലേർപ്പെടുത്തിയിരിക്കുന്നത്. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. സഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. നിന്റെ സന്തതി ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ദൂതനുണ്ട്. നീ പോകുന്നിടത്തും വരുന്നിടത്തും ദൈവത്തിന്റെ ദൂതനുണ്ട്. അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ആ ദൂതന്മാർ കൈകളിൽ നിന്നെ വഹിക്കും. അനർത്ഥം വരത്തില്ല, ദോഷം വരികയില്ല. അവൻ പ്രൈസ് ദി ലോർഡ്. ഒരു ശത്രുവിൻ നിന്നെ തൊടുകയില്ല. നിന്നെ കുറിച്ച് തന്റെ ദൂതനോട് കൽപ്പിക്കും. ദൈവത്തിന്റെ പൈതലേ, അനർത്ഥങ്ങൾ വരുവാൻ, അപകടങ്ങൾ വരുവാൻ, ആപത്ത് വരികാൻ പടുകിരിക്കുമ്പോൾ ദൈവം തന്റെ ദൂതനെ വിട്ട് നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കൃപ. അതെ, നാം ഓടിച്ചങ്ങ് നിർത്താം. അപ്പം സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ ഇങ്ങോട്ട് വിളിച്ചു. ഒരു ദൂതനെ വിളിച്ചേച്ച് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തുവാ? താടെ കുഞ്ഞാടനെ അറുത്ത് ചോരത്തളി ആചരിച്ച് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് കൃപ പ്രാപിച്ചു വരുന്ന ദൈവമക്കളെ വിഴുങ്ങാൻ ആണ്ട് ഒരുത്തൻ വായും പിളർന്ന് അവിടെ നിൽക്കുന്നു. നീ ഷടേന്ന് താഴോട്ട് ചെന്ന് ഒറ്റ അടി കൊടുക്കാൻ പറഞ്ഞു. ഒറ്റ അടി. അവൻ ദൂതൻ ചോദിച്ചു 2 അടിക്കണോ? വേണ്ട, 1 ഉള്ളു.
ഒരടി. ഈ ദൂതൻ ഇങ്ങോട്ട് വന്ന് ഒരൊറ്റ അടി കൊടുത്തു, വാ പിളർന്ന് നിന്നവനെ. പുസ്തകത്തിൽ എഴുതിയേക്കുന്ന ഒറ്റ അടി അടിച്ചപ്പോൾ വായും പിളർന്ന് നിന്നവനെ 7 കൈവഴിയാക്കി ചെതറി. ഏഴ് കൈവഴിയാക്കി ചെതറിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തെ ആത്മീക ദൂത നിന്നെ വിഴുങ്ങുവാൻ, നിന്റെ കുടുംബത്തെ വിഴുങ്ങുവാൻ, സന്തതിയെ വിഴുങ്ങുവാൻ, നിന്റെ ആത്മീക ശുശ്രൂഷകളെ വിഴുങ്ങുവാൻ, നിന്നെ അവൻ അത് കപ്പിക്കളയുവാൻ വായും പിളർന്നു നിൽക്കുന്ന വൈരിയുണ്ട്. നീ പതറണ്ട. നീ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദൈവം ദൂതനെ ഇറക്കി നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്നവനെ അടിക്കും. ഓ ദിബിരിബിക ബലപടമന ദിരിബിക ബലപടമന. നിന്റെ കുടുംബത്തെ വിഴുങ്ങുവാൻ, തലമുറയെ വിഴുങ്ങുവാൻ, നിന്റെ ശുശ്രൂഷകളെ വിഴുങ്ങുവാൻ, ദൈവ സഭയെ വിഴുങ്ങുവാൻ, ദൈവ പ്രവർത്തിക്ക് തടസ്സമായി വിഘാതം സൃഷ്ടിച്ചു നിൽക്കുന്ന വൈരിയെ ദൈവം അടിക്കും. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഈ പകല് ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ വന്നവർ ധൈര്യത്തോടെ പോണം. നിന്നെ വിഴുങ്ങാൻ നോക്കുന്ന ശത്രുവിന്റെ വായിൽ ദൈവം നിന്നെ കൊടുക്കത്തില്ല. തൻ്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിനെ ഏൽപ്പിക്കത്തില്ല. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും. നിന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവരുടെ കയ്യിൽ ദൈവം നിന്നെ കൊടുക്കുകയില്ല. ചെങ്കടല് വായും പിളർന്നു നിൽക്കുക. ദൂതനോട് പറഞ്ഞൊരു അടി അടിക്കാൻ പറഞ്ഞു, ഒറ്റ അടി അടിച്ചു. 7 കൈവഴിയായി ചെതറി. ചെതറുക മാത്രമല്ല, പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ചെരുപ്പ് നനയാതെ മറുകര കയറ്റി. നമുക്ക് ആ വാക്യം വായിച്ച് പകലങ്ങ് നിർത്താം. ഇത് ഒത്തിരി ആയാലും കുഴപ്പമാ, ഒത്തിരി ആയാലും കുഴപ്പമാ. അല്ല, ഗുണപ്പെടാനും ബലപ്പെടാനാന്ന് ഇത്രോ മതിയല്ലോ. പറ. അതറിഞ്ഞാൽ മതി. സ്തോത്രം. അപ്പൊ ആ വാക്യം വായിച്ചങ്ങ് നിർത്താം. യെശയ്യാ 11:15 വായിച്ചേ. യെശയ്യാവ് 11:15 പെട്ടെന്ന് വായിച്ചു. ഉറക്കെ വായിച്ചേ സഹോദരി, ഒന്നുകൂടെ ഉറക്കെ വായിച്ചു. യഹോവ മിസ്രയീം കടലിന്റെ മോനെ, ആ മൈക്ക് എടുത്ത് ഇങ്ങോട്ടൊന്ന് കൊടുത്തേ മോനെ, ഈ ദൈവരാശിയിലോട്ട് കൊടുത്തേ പെട്ടെന്ന്. എന്തി അവിടെ ഒരു സഹോദരി മൈക്കെ വായിച്ച, മൈക്കും കൊണ്ട് പോയോ? ഇങ്ങോട്ട് കൊടുത്തേ. അത് വായിച്ച് നമുക്ക് പകലങ്ങ് നിർത്താം. എനിക്കല്ലെന്ന് അങ്ങോട്ട് കൊടുക്കുക. എനിക്കെന്തിനാ 2 മൈക്ക്? വായിക്കേ. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം ഉന്മൂലനാശം വരുത്തും. അടുത്തത്, അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈയോങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ മറുകര കയറ്റി എന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിഴുങ്ങാൻ ഭാവിക്കുന്ന വൈരിയെ ദൈവം അടിക്കും. നീ അടിക്കാൻ പോകണ്ട, അടിക്കാൻ ആളനെ നിർത്തണ്ട, പാർട്ടിക്കാരെ കൊണ്ട് അടുപ്പിക്കണ്ട, ഗുണ്ടകളെ വിട്ടടുപ്പിക്കണ്ട, കുടുംബക്കാരെ വിട്ടടുപ്പിക്കണ്ട. നീ ചെയ്യേണ്ട കാര്യം മുഴങ്കാലിലിരിക്കണം. നീ മുഴങ്കാലിൽ ജാഗരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും. നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ദൂതനെ ഇറക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൂതനെ ഇറക്കും. നിന്നെ സംരക്ഷിക്കാൻ ദൂതനെ ഇറക്കും. ദൂതന്മാരെ കൊണ്ട് ദൈവം നിന്നെ വിടുവിക്കും. ദൈവത്തിന് മഹത്വം. ചെരുപ്പ് നനയാതെ മറുകര കയറ്റും.
ദുഷ്ടന്റെ കയ്യിൽ നിന്നെ കൊടുക്കത്തില്ല. ശത്രു നിന്നെ പീഡിപ്പിക്കുവാൻ അനുവദിക്കത്തില്ല. വൈരികളുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കത്തില്ല. നിന്നെ വിടുവിക്കുന്ന ദൈവമുണ്ട്, ഉദ്ധരിക്കുന്ന ദൈവമുണ്ട്, സംരക്ഷിക്കുന്ന ദൈവമുണ്ട്, നീക്കുപോക്ക് തരുന്ന ദൈവമുണ്ട്. ഓ റിബികമനപടമല്ല ദിരിബികബലപടമന അംശസ് കൈഡമാ ദൂരമാ ശമാന അടിയാ മനയാ ദുൽകരാ ദുരാ വരാ ദല ദിരി കമനപടമല്ല ധീരപക്ഷ സൈഡൽ. ഓ റിബികമനപടമല്ല ദിരിബികബലപടമന. Praise the Lord. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. നമുക്ക് ദൈവം അനുവദിച്ചാൽ ബാക്കി ഭാഗം വൈകിട്ട് ചിന്തിക്കാം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും